ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷം അതിൻ്റെ ഗൗരവതരമായ പല രാഷ്ട്രീയ സാഹചര്യങ്ങളും വിശകലനം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു കാലമാണ്. അതിലേറ്റവും ശക്തമായി ചർച്ച ചെയ്തു വരുന്ന ഒരു പ്രധാന ഘടകം മതവർഗീയ സംഘടനകൾ, ഹിന്ദുത്വവാദികൾ, ഇവരുടെ താല്പര്യങ്ങൾ ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, ആ ഫലവുമായി ബന്ധപ്പെട്ട് എത്രമാത്രം ശക്തമാണ്, ആ താല്പര്യം അത്രമേൽ ശക്തമായി തന്നെ നിഴലിക്കുകയും ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട് വളരെ പ്രസക്തമായ, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പരാമർശം അല്ലെങ്കിൽ ഒരു പ്രസ്താവന, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് എം സ്വരാജിൻ്റെ ഭാഗത്ത് നിന്ന് വരികയുണ്ട്. അതിൻ്റെ ചില ഭാഗങ്ങൾ സ്വാഭാവികമായും ഈ ചർച്ചയിൽ കൂടുതൽ പ്രസക്തമായി വരുമെന്നുള്ളതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഞാനതൊന്ന് സൂചിപ്പിക്കാം. ഈ ചർച്ചയ്ക്ക് മുന്നോട്ട് പോകുന്നതിന്, അല്ലെ ചർച്ചയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നതിനത് സഹായകരമാകും എന്ന് കരുതുന്നു. LDFിൻ്റെ പരാജയത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് സംഘപരിവാരമാണ്. വർഗീയ വിഷവിതരണക്കാരി മുതൽ RSSൻ്റെ കൂലിപ്പണി നിരീക്ഷകർ വരെ സകല വർഗീയവാദികളും ഇക്കൂട്ടത്തിലുണ്ട്. RSSൻ്റെ സ്വന്തം സ്ഥാനാർത്ഥി താമര അടയാളത്തിൽ മത്സരിച്ച് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടിട്ടും സംഘപരിവാരം ആഘോഷിച്ച് തകർക്കുകയാണ്. ഇക്കാര്യത്തിൽ സംഘപരിവാരത്തിനൊപ്പം ജമാഅത്തെ ഇസ്ലാമിയുമുണ്ട്. സംഘപരിവാരം നിലവാരത്തിൽ ആക്ഷേപവും പരിഹാസവും നുണയും ചേർത്ത് LDF പരാജയം അവരും ആഘോഷിക്കുന്നു. LDFിൻ്റെ പരാജയം UDFിൻ്റെ വിജയം തങ്ങൾക്ക് കൂടി ആഘോഷിക്കാനുള്ളതാണെന്ന് സംഘപരിവാരവും ഇസ്ലാമിക സംഘപരിവാരവും ഒരുമിച്ച് തെളിയിക്കുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോഴും ആഹ്ലാദിക്കാൻ ഇതിൽ പരം എന്തു വേണം? ഒരേ സമയം ഹിന്ദുത്വ താലിബാനും ഇസ്ലാമിക സംഘപരിവാരവും കൈകോർത്തു നിന്ന് ആക്രമിക്കുന്നുവെങ്കിൽ, സകല നിറത്തിലുമുള്ള വർഗീയ ഭീകരവാദികൾ ഒരുമിച്ച് ആക്രമിക്കുന്നുവെങ്കിൽ അതിനേക്കാൾ വലിയ ആഹ്ലാദവും അഭിമാനവും വേറെയില്ല. കേരളം വർഗീയവാദികളുടെ വിളനിലമാകാതിരിക്കാൻ മലയാളി എത്രമാത്രം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന ജാഗ്രത, അതേക്കുറിച്ചുള്ള പരിശോധന വേണ്ടതുണ്ട് എന്നാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ പല ഘടകങ്ങളും ഓർമ്മിപ്പിക്കുന്നത്. അതിൻ്റെ രാഷ്ട്രീയ ഘടകങ്ങളുണ്ട്. ഭരണപക്ഷവും പ്രതിപക്ഷവും മുന്നോട്ട് വെച്ച നിലപാടുകളുണ്ട്. അതിന് മഹാഭൂരിപക്ഷം വരുന്ന വോട്ടർമാർ എടുത്ത നിലപാടുണ്ട്. അത് ആ ജനവിധിയിൽ പ്രതിഫലിക്കുമ്പോഴും അതിൻ്റെ ഓരം ചേർന്ന് നിന്ന് മതവർഗീയ ശക്തികൾ അവരുടെ താല്പര്യങ്ങളെ ഈ നിരപേക്ഷ രാഷ്ട്രീയത്തിലേക്ക്, മുന്നണി രാഷ്ട്രീയത്തിലേക്ക് കൂട്ടിച്ചേർത്ത് വെക്കാൻ നടത്തിയ പരിശ്രമങ്ങൾ കുറെ കൂടി സ്പഷ്ടമായി കേരളം കണ്ടത് ആ നിലമ്പൂരിലാണ്. അതുകൊണ്ട് തന്നെ ഗൗരവമായ ചർച്ചയ്ക്കത് വിധേയമാക്കേണ്ടതുമുണ്ട്. ഇന്ന് ഈ ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയിൽ പങ്കുചേരുന്നത് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, CPIM, ജോർജ് പൊടിപ്പാറ, മാധ്യമപ്രവർത്തകൻ, ഡോക്ടർ പ്രേംകുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ. ഞാൻ ആദ്യം ശ്രീ പൊടിപ്പാറയിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ശ്രീ പൊടിപ്പാറ, ഇതിപ്പോൾ തെരഞ്ഞെടുപ്പിൽ LDFിന് നിലമ്പൂരിൽ പരാജയമുണ്ട്. കാരണം അവരുടെ ഒരു സിറ്റിംഗ് സീറ്റ് UDF നേടുകയായിരുന്നു. ആ രാഷ്ട്രീയ പരാജയത്തിൽ നിന്ന് ഉണ്ടാകുന്ന കേവല വിമർശനം, പരാതി എന്ന നിലയിൽ മാത്രമായി തള്ളിക്കളയാവുന്നതാണോ നിലമ്പൂരിൻ്റെ പ്രചാരണ രംഗത്തും മറ്റും കണ്ട ഈ വർഗീയ സംഘടനകൾ? അത് സംഘപരിവാരമുണ്ട്, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള മതരാഷ്ട്രവാദികളുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ആ കാലത്തടക്കം ചർച്ച ചെയ്ത പ്രതിപക്ഷ നേതാവ് തന്നെ അവർക്ക് കൊടുത്ത ക്ലീൻ ചിറ്റ്. മാത്രമല്ല, ഇനി തെരഞ്ഞെടുപ്പിന് ശേഷം നോക്കിയാൽ, UDF രാഷ്ട്രീയത്തിലേക്ക് നോക്കിയാൽ, ലീഗ് മലപ്പുറത്ത് ഈ കാലത്ത് നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും UDF പരാജയപ്പെടരുത് എന്ന നിലയിൽ അവരെടുത്തിട്ടുള്ള വലിയ എഫർട്ടുണ്ട്. ന്യൂനപക്ഷ ആ നിലയിൽ ലീഗിൻ്റെ പശ്ചാത്തലം, ലീഗിൻ്റെ പങ്കാളിത്തം പലപ്പോഴും UDF രാഷ്ട്രീയത്തിൽ ലീഗിൻ്റെ അപ്രമാദിത്വം എന്ന നിലയിൽ UDFിനകത്ത് വലിയ ബുദ്ധിമുട്ടുകളും ജനങ്ങൾക്കിടയിൽ വലിയ അവമതിപ്പുണ്ടാക്കുന്നതിനുമൊക്കെ മുൻകാലങ്ങളിൽ പല നിലയ്ക്കും അത് വഴിവെച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ ഓർമ്മകളിലും അനുഭവങ്ങളിലും അത് ഉള്ളതാണ്. അപ്പോൾ ഈ പലതരത്തിൽ നിലമ്പൂരിൻ്റെ ജനവിധിക്ക് ശേഷം ഈ ഭാഗത്തെ വിശകലനം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതല്ലേ? അതോ പരാജയപ്പെട്ട CPIMൻ്റെ കേവല വിമർശനം എന്ന നിലയിൽ മാത്രം പരിമിതപ്പെട്ട് കണ്ടാൽ മതിയോ? നിലമ്പൂര് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം പല നിലയ്ക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയെഴുത്താണ്. ആ വിധിയെഴുത്തിൽ LDF സ്ഥാനാർത്ഥി M സ്വരാജ് പരാജയപ്പെട്ടു. UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് വിജയിച്ചു. LDFുമായിട്ട് പിണങ്ങി പിരിഞ്ഞ് MLA സ്ഥാനം രാജിവെച്ച് ഈ ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയ PV അൻവർ രണ്ട് മുന്നണികളെയും, അല്ലെങ്കിൽ 3 മുന്നണികളെയും വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെയും മത്സരിച്ച് 19,000-ലധികം വോട്ടുകൾ നേടി. ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടിന്റെ കണക്ക് നോക്കിയാൽ വളരെ വ്യക്തമായി ആർക്കും പറയാൻ കഴിയുന്ന ഒരു കാര്യം, ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചു. അതും സാധാരണഗതിയിൽ നിലമ്പൂരിൽ അത്ര എളുപ്പമല്ലാത്ത
11,000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഷൗക്കത്ത് വിജയിച്ചു. ഒപ്പം തന്നെ LDF-ഉമായിട്ട് പിണങ്ങിപ്പിരിഞ്ഞ് പിണറായിസത്തിനെതിരെയാണ് എൻ്റെ പോരാട്ടം, ഒപ്പം സതീശനസത്തിനെതിരെയും എൻ്റെ പോരാട്ടം എന്ന് നിലവിളിച്ച് അട്ടഹസിച്ച് ഒക്കെ മത്സരിച്ച PV അൻവർ 19,000 വോട്ട് നേടി. അദ്ദേഹവും ഞാൻ പറഞ്ഞു വരുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും രീതിയിൽ ക്രെഡിറ്റ് അവകാശപ്പെടാൻ, നേട്ടം അവകാശപ്പെടാനുള്ളത് ഈ രണ്ട് കക്ഷികൾക്കാണ്, UDF-നും അതുപോലെ തന്നെ അൻവറിനുമാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം, ഇപ്പോൾ LDF പറയുന്നത് ഈ വിജയം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലൂടെ നേടിയ വിജയമല്ല, മറിച്ച് അവിശുദ്ധമായ കൂട്ടുകെട്ടുകളിലൂടെ വർഗീയ കക്ഷികളുമായിട്ട്, വർഗീയ സംഘടനകളുമായിട്ട് ഉണ്ടാക്കിയ അഡ്ജസ്റ്റ്മെന്റിലൂടെ അവരുമായി എന്താ പറയുക, കർട്ടന് പുറകിൽ നടത്തിയ ബാന്ധവങ്ങളിലൂടെ നേടിയെടുത്ത ജനാധിപത്യപരമല്ലാത്ത വോട്ടുകൾ നേടിയാണ് UDF വിജയിച്ചത് എന്നാണ് LDF-ന്റെ ഭാഷ്യം. എന്തായാലും ഇതിനകത്ത് ഒരു സത്യം അംഗീകരിച്ചേ പറ്റൂ, വിജയത്തെ വിജയമായിട്ട് അംഗീകരിക്കേണ്ടതുണ്ട്, പരാജയത്തെ പരാജയമായിട്ട് അംഗീകരിക്കേണ്ടതുണ്ട്. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ LDF ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചതാണ്. മുഖ്യമന്ത്രി പലവട്ടം അവിടെ സന്ദർശിച്ച് ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്ത് അദ്ദേഹം നടത്തിയ പൊതുവേദികളിലെ പ്രസംഗങ്ങളിലെല്ലാം അദ്ദേഹം ആഞ്ഞടിച്ചത് ഈ വർഗീയ കൂട്ടുകെട്ടിനെതിരെയാണ്. കേരളത്തിലെ സർക്കാരിന്റെ നേട്ടങ്ങളെ കുറിച്ചാണ് അദ്ദേഹം എണ്ണി പറഞ്ഞത്. അപ്പോൾ സർക്കാരിന്റെ എതിരായ, അല്ലെങ്കിൽ ഗവൺമെന്റിനെതിരായ ഒരു വിരുദ്ധ വികാരം, സർക്കാർ വിരുദ്ധ വികാരവും അതുപോലെ തന്നെ ഈ സർക്കാരിന്റെ ഭരണ പരാജയമാണ് ഈ പരാജയത്തിന് കാരണമെന്ന UDF-ന്റെ ആരോപണങ്ങളെ തകർക്കാനാണ് LDF അതിശക്തമായി ശ്രമിച്ചതും, അതുപോലെ തന്നെ വർഗീയ കൂട്ടുകെട്ടിനെ ജനങ്ങൾക്ക് മുമ്പിൽ എക്സ്പോസ് ചെയ്യാനും ശ്രമിച്ചു. മാത്രമല്ല, ഈ ഇതിനെയെല്ലാം മറികടക്കാൻ പോകുന്ന വളരെ ക്ലീൻ ഇമേജ് ഉള്ള, മികച്ച ട്രാക്ക് റെക്കോർഡുള്ള, ഒരുപക്ഷെ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനും വിശകലനം ചെയ്യാനും അത് വിശദമാക്കി ആളുകളെ ബോധ്യപ്പെടുത്താനും കഴിവുള്ള മികച്ച പ്രസംഗകനും എഴുത്തുകാരനും കൂടിയായ സ്വരാജ് ആയിരുന്നു അവിടുത്തെ സ്ഥാനം. നമ്മുടെ പോയിന്റിലേക്ക് ഒന്ന് ചുരുക്കി വന്നാൽ, കാരണം നമ്മളിത് തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലം മുതൽ പറയുന്ന പൊതുവിശദീകരണങ്ങൾ ഉണ്ട് പലതും താങ്കൾ പറഞ്ഞതിൽ, അതുകൊണ്ടാണ് പോയിന്റിലേക്ക് ഒന്ന് വന്നാൽ പ്ലീസ്. അപ്പൊ ഇതെല്ലാം നടത്തിയ ഒരു സാഹചര്യത്തിൽ ഇത് ജനങ്ങൾ വേണ്ടത്ര ചെവിക്കൊണ്ടില്ല എന്നുള്ളതാണ് സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ വിധിയെഴുത്ത് വ്യക്തമാക്കുന്നത്. അതെന്തുകൊണ്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ല, ജനങ്ങൾ എന്തുകൊണ്ട് അത് ഉൾക്കൊണ്ടില്ല, പ്രചരണത്തിന്റെ കുറവ് കൊണ്ടല്ല, എന്തായാലും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ, ഇഫക്റ്റീവായിട്ട് പ്രചരണം നടത്തുന്നതിൽ ഒന്നുകിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടു എന്ന് സമ്മതിക്കേണ്ടി വരും. ഞാൻ ഏതായാലും അതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് മുന്നോട്ട് വെച്ചത്. താങ്കൾ ആ തെരഞ്ഞെടുപ്പ് സാഹചര്യവും ജനവിധിയിൽ പ്രകടമായതും വെച്ച് ആണതിന് ഒരു നിരീക്ഷണം അവതരിപ്പിച്ചത്. പക്ഷേ അപ്പോഴും അതിലെ ചില പ്രസക്തമായ UDF രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങളുണ്ട്. സാർ, ഞാൻ അതിലേക്ക് വരാം, ശ്രീ പൊടിപ്പാറയിലേക്ക് വരാം. ഇവിടെ ശ്രീ അനിൽകുമാർ അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ, ഈ വിഷയങ്ങളൊക്കെ അത് ഒരു പരിധിവരെ ശരിയുമല്ലേ? ഈ വിഷയങ്ങളാകെ പ്രചാരണ രംഗത്ത് മുഖ്യമന്ത്രി മുതൽ ഇങ്ങോട്ട് നിങ്ങളെല്ലാവരും, താങ്കളടക്കം അവിടെ ജനങ്ങളോട് അവതരിപ്പിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ അത് ജനവിധിയിൽ പ്രതിഫലിക്കണ്ടേ? ജനവിധിയിൽ പ്രതിഫലിച്ചിട്ടില്ല. UDF-നാണ് ആ വിജയമുണ്ടായത്. UDF-ൻ്റെ ആ രാഷ്ട്രീയ വിജയത്തെ അംഗീകരിക്കാനുള്ള വൈമനസ്യത്തിൽ നിന്നുയരുന്ന ഒരു വിമർശനം മാത്രമായി ഇത് പരിമിതപ്പെടേണ്ടതുണ്ടോ? ഇന്ന് സ്വരാജ് വളരെ ശക്തമായി ഉന്നയിച്ച ഒരു പ്രയോഗമുണ്ട്. അത് ഒരേ സമയം ഹിന്ദുത്വ താലിബാനും ഇസ്ലാമിക സംഘപരിവാരവും കൈകോർത്തു എന്ന ശക്തമായ വിമർശനമാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോഴും ആഹ്ലാദിക്കാൻ ഇതിൽ പരം എന്തു വേണം? ഇങ്ങനെ ഇരു കൂട്ടരും ആ ഒരു നറേഷൻ വളരെ ശക്തമാണ്. ഹിന്ദുത്വ താലിബാൻ, ഇസ്ലാമിക സംഘപരിവാരം അവർ കൈകോർത്ത് നിന്ന് ആക്രമിക്കുന്നുവെങ്കിൽ, സകല നിറത്തിലുമുള്ള വർഗീയ ഭീകരവാദികൾ ഒരുമിച്ച് ആക്രമിക്കുന്നുവെങ്കിൽ അതിനേക്കാൾ വലിയ ആഹ്ലാദവും അഭിമാനവും വേറെയില്ല. അങ്ങനെ അദ്ദേഹം ഇന്ന് പറയാൻ അതിൻ്റേതായ കാരണങ്ങൾ ഒരുപാടുണ്ട്. അദ്ദേഹം ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ ഒക്കെ അദ്ദേഹം വലിയ തോതിൽ അദ്ദേഹത്തെ വേട്ടയാടും വിധത്തിലേക്കുള്ള ചില പ്രതികരണങ്ങളിൽ നിന്നാണ് ആ പോസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നേരത്തെ ശ്രീ പൊടിപ്പാറ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിൽ ഉന്നയിച്ച ഈ വിഷയങ്ങൾ അത് ആ നിലയിൽ ജനങ്ങൾ സ്വീകരിക്കാതെ UDF-ന് ഒരു രാഷ്ട്രീയ നേട്ടം കൊടുക്കുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇനി പ്രസക്തമാണോ ഈ പറയുന്നത് എന്നുള്ളതാണ് ആ വിമർശനമുള്ളത്, അല്ലെങ്കിൽ ആ നിരീക്ഷണമുള്ളത്. എന്തു പറയും താങ്കൾ? CPIM പതിവായി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരു മണ്ഡലമല്ല നിലമ്പൂർ. നിലമ്പൂരിൻ്റെ ഇന്നത്തെ ഘടനയിൽ, അതിൻ്റെ ചരിത്രത്തിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യത്തിന് സഖാവ് M. സ്വരാജ് എന്നാണ് ഇന്നലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ഉത്തരം നൽകിയത്. എന്നാൽ കൈപ്പത്തി അടയാളത്തിൽ അവിടെ മത്സരിച്ച് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ ഒരു സ്ഥാനാർത്ഥിയുടെ പേര്
ആര്യൻ്റെ ഷൗക്കത്ത് എന്നല്ല. എന്താണ് ഇതിന് കാരണം? എന്താണ് ആര്യയുടെ ഷൗക്കത്ത് മുമ്പ് UDF അവിടെ കിട്ടിക്കൊണ്ടിരുന്ന അത്രയും വോട്ടുകൾ നേടാതിരുന്നത്? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. 99,000 വോട്ടിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് വോട്ട് കിട്ടിയൊരു മണ്ഡലം, 95,000 വോട്ടിലേക്ക് കഴിഞ്ഞ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയൊരു മണ്ഡലം. അത്തരമൊരു മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഘടകകക്ഷികൾ മാത്രമല്ല അല്ലാതൊരു വിഭാഗം കൂടി വോട്ട് ചെയ്യുമ്പോഴാണ് ജയിക്കാനിട വന്നിട്ടുള്ളത് എന്ന് വിനീതമായി തിരിച്ചറിഞ്ഞിട്ടാണ് ആ നിയോജക മണ്ഡലത്തിൽ 2016-ലും 2021-ലും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചത്. എന്തുകൊണ്ട് സ്വതന്ത്രനെ തേടിപ്പോയി എന്ന് ചോദിച്ചാൽ ഇതാണ് ഉത്തരം. ആ മണ്ഡലത്തിൻ്റെ വോട്ട് കണക്കാണ് ഉത്തരം. ഞങ്ങൾ ആ സ്വതന്ത്രൻ്റെ നിയമവിരുദ്ധമായ ആവശ്യങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങിയിരുന്നെങ്കിൽ കേരളം ഞങ്ങൾക്ക് നഷ്ടപ്പെടുമായിരുന്നു. ഇപ്പോൾ നിലമ്പൂർ മാത്രമേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. നിലമ്പൂർ നഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് ഞങ്ങൾ തല കുനിക്കുകയല്ല. കാരണം അൻവർ എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്രനായി പ്രവർത്തിച്ച ഒരു മനുഷ്യൻ 9 കൊല്ലക്കാലമായപ്പോൾ ഞങ്ങളുടെ മുന്നിൽ വെച്ച വിലപേശലിൻ്റെ ഭാഗമായ ചില ഡിമാൻഡുകളുണ്ട്. UDF സർക്കാരായിരുന്നെങ്കിൽ, ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നെങ്കിൽ എന്തു ചെയ്തേനെ? അടച്ചിട്ട മുറിയിൽ 1.25 മണിക്കൂർ ചർച്ച നടത്തിയേനെ. അടച്ചിട്ട മുറിയിൽ 1.25 മണിക്കൂർ ചർച്ച നടത്തി ഡീല് ചെയ്ത് കാര്യം നടപ്പാക്കിയേനെ. ഒരു ഡീലിനും തയ്യാറാകാത്തൊരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. അൻവർ തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ, അദ്ദേഹത്തെ ചെന്ന് കണ്ടു, കടലാസെല്ലാം എഴുതി കൊടുത്തു, അദ്ദേഹം അതെല്ലാം കേട്ടു, നോക്കാമെന്ന് പറഞ്ഞു, ഞാൻ പോന്നു. ഗൗതം മാഷെ കണ്ടു, കടലാസെല്ലാം എഴുതി കൊടുത്തു, നോക്കാമെന്ന് പറഞ്ഞു, ഞാൻ പോന്നു. അൻവർ ഉന്നയിച്ച കാര്യങ്ങളിൽ ഏതാണ് അവിടുത്തെ നാട്ടുകാരുടെ പ്രശ്നം? LDFന് പരിഹരിക്കാൻ കഴിയുന്ന നാട്ടുകാരുടെ പ്രശ്നം? ആനയെല്ലാം വെടിവെച്ച് കൊല്ലണോ? കടുവയെല്ലാം വെടിവെച്ച് കൊല്ലണോ? ഇന്ത്യ രാജ്യത്തെ സർക്കാരിൻ്റെ ഭാഗമായി കേന്ദ്രം ഉണ്ടാക്കിയ നിയമത്തിൻ്റെ, കോൺഗ്രസ് ഉണ്ടാക്കിയ നിയമത്തിൻ്റെ ഭാഗമായി വനം വകുപ്പെന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള IFS ഉദ്യോഗസ്ഥന്മാരുടെ വകുപ്പല്ലേ? അതിൽ IFS ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിനെ വെടിവെക്കാൻ അവകാശമുണ്ടെങ്കിൽ അവർ ആ അവകാശം വിനിയോഗിക്കേണ്ടത് എങ്ങനെയെന്നുള്ള നിയമപരമായി ബന്ധിതമല്ലേ? ഇതെല്ലാം LDFൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞ് പ്രചരണത്തിനിറങ്ങുന്നത് എന്തിനു വേണ്ടിയാണ്? ഇന്ത്യ രാജ്യത്ത് സംഘപരിവാരത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അതിൻ്റെ കേരളത്തിലെ LDF, ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി പറയുന്ന പോലെ ഇടതു ഹിന്ദുത്വ എന്ന ആശയത്തിലേക്ക് ഉത്പാദിപ്പിക്കാൻ എന്തിനാണ് അൻവർ ശ്രമിച്ചത്? അതൊരു ഗൂഢാലോചനയായിരുന്നു. ആ ഗൂഢാലോചനയുടെ ലക്ഷ്യം അൻവറുടെ നിയമവിരുദ്ധ ഡിമാൻഡുകളായിരുന്നു. വിമാനത്താവളങ്ങളിൽ കള്ളക്കടത്ത് നടത്തുന്ന കാരിയന്മാരുടെ സങ്കടമാണ് അദ്ദേഹം ചാനലുകളിലൂടെ ജനങ്ങളോട് പറഞ്ഞത്. അതിന് തലകുനിക്കാൻ സൗകര്യപ്പെടുകയില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ തൻ്റെ ഇടം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായി 9 കൊല്ലം ഞങ്ങളുടെ കൂടെ MLA ആയിരുന്ന ഒരാൾ ഞങ്ങളുടെ കൂടെ നിന്ന് പോയപ്പോൾ അതിൻ്റെ ഭാഗമായി 9 കൊല്ലത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കുറേ ബന്ധങ്ങൾ അവിടെയുണ്ട്. ആ ബന്ധങ്ങൾ ഉപയോഗിച്ച് കുറേ വോട്ടുകൾ അയാളുടെ വോട്ട് അവിടെ സംരക്ഷിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ഇടതുപക്ഷത്തോടെ സംരക്ഷിച്ചിട്ടുണ്ട്. തൽക്കാലം ഇടതുപക്ഷത്തോടൊപ്പം സ്വതന്ത്രൻ ഇല്ലാതായതോടുകൂടി UDFിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തിയോ? ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ UDFന് വോട്ട് കൂടും. UDFന് വോട്ട് കൂടിയില്ല. അവിടെയാണ് പ്രധാനപ്പെട്ടൊരു ചോദ്യം ഉയർന്നു വരുന്നത്. എവിടെയാണ് ഇതിലെ വർഗീയ കളി? ശരി, പറയുന്നത് അനിൽകുമാറിനോട് തന്നെയാണ് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഇപ്പോൾ അവിടെയാണ് കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് മതവർഗീയ ശക്തികളുടെ, മതരാഷ്ട്രവാദികളുടെ ഈ തെരഞ്ഞെടുപ്പിലെ നിലമ്പൂരിലെ താല്പര്യം അത് അക്കാലത്തും ഇപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സ്വരാജിൻ്റെ പോസ്റ്റിലും അതാണുള്ളത്. ഞാൻ ചോദിക്കാൻ വന്നത്, ഇത് വരുമ്പോൾ ഇതേ ദിവസം തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം താങ്കൾ ശ്രദ്ധിച്ചിരുന്നോ എന്നുകൂടി എനിക്ക് ചോദിക്കാൻ തോന്നുന്നു. അതായത് നിങ്ങളിങ്ങനെ പറയുമ്പോൾ നിങ്ങളാകെ നിലമ്പൂരിലെ വോട്ടർമാരെ, നിലമ്പൂരിലെ ജനങ്ങളെ വർഗീയവാദികളായി ചിത്രീകരിക്കുന്നു എന്ന ഒരു ആഖ്യാനത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് പോയി കഴിഞ്ഞു. അത് നാളെ കാലത്ത് ആ നാട്ടിലടക്കം അല്ലെങ്കിൽ കേരളത്തിലൊക്കെ നിങ്ങൾ ഏതെങ്കിലും കാലത്ത് രാഷ്ട്രീയമോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനോ പോകുമ്പോൾ നിങ്ങൾ നിലമ്പൂരുകാരെയാകെ വർഗീയവാദികളായി വിളിച്ചവരാണ് എന്ന നിലയിലേക്ക് പറയാൻ പാകത്തിന് ഒരു ആഖ്യാനം ഇന്ന് വന്നു കഴിഞ്ഞു. ശ്രീ അനിൽകുമാർ, ജനങ്ങളെയാണ് വർഗീയവാദികൾ എന്ന് വിളിക്കുന്നതെന്ന ബോധം വേണമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അതെ, അവിടെയാണ് കൃത്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, വിമാനത്താവളത്തിൽ കൂടെ സ്വർണം കള്ളക്കടത്തിടത്തിൻ്റെ കണക്ക് പുറത്തുവിട്ടാൽ മലപ്പുറംകാരെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വിമാനത്താവളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തല്ല മലപ്പുറംകാരാണോ? അപ്പോൾ വിമാനത്താവളത്തിൽ സ്വർണം പിടിച്ചാൽ അതൊരു സമുദായത്തിൽപ്പെട്ടവർ മാത്രമല്ല, അത് മലപ്പുറംകാർ മാത്രമല്ല. അവിടെ കള്ളക്കടത്ത് പിടിച്ചപ്പോൾ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് കള്ളക്കടത്ത് പിടിക്കുന്ന ഗവൺമെൻറ്റാണെന്നൊരു കഥ പറഞ്ഞപ്പോൾ അയ്യോ മലപ്പുറത്തെ അപമാനിച്ചു എന്ന് പറയുന്ന വർഗീയ പ്രചരണം ആരംഭിച്ചത് ആരാണ്?
ആരാണ് മലപ്പുറത്ത് പറഞ്ഞപ്പോൾ കണ്ടമാനം ഞെട്ടിയത്? അപ്പം മലപ്പുറത്ത് യഥാർത്ഥത്തിൽ കേരള പോലീസ് അതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, മുഖ്യമന്ത്രി അതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അപ്പം തന്നെ വർഗീയ കാർഡുമായിട്ട് ഇറങ്ങിയത് ആരാണ്? ലീഗും കോൺഗ്രസും അല്ലേ? ഖുർആൻ്റെ മറവിൽ സ്വർണം കടത്തിയെന്ന് പറഞ്ഞപ്പോൾ ആർക്കും ഒരു വികാരം ഉണ്ടായില്ലല്ലോ. എന്നിട്ട് ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? പ്രതിപക്ഷ നേതാവ് ഒളിച്ചോടരുത്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെക്കുറിച്ച് വിശദീകരിക്കണം. ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിക മതരാഷ്ട്രീയവാദം ഉപേക്ഷിച്ചിട്ടുണ്ടോ? അങ്ങനെ ഇസ്ലാമിക മതരാഷ്ട്രീയവാദം ജമാഅത്തെ ഇസ്ലാമി ഉപേക്ഷിച്ചിട്ടുണ്ട് എന്ന അദ്ദേഹത്തിൻ്റെ നിലമ്പൂരിലെ പത്രസമ്മേളനത്തിലെ പ്രസ്താവന ശരിയാണെന്ന് തെളിയിക്കാനുള്ള രേഖ ഹാജരാക്കാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു. ഇവിടെയാണ് പ്രശ്നം. എന്താണ് പ്രശ്നം? നിങ്ങളുടെ കൂടെ മുസ്ലിം ലീഗ് ഉണ്ട്, നിങ്ങളുടെ കൂടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ട്. മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല. കോൺഗ്രസ്സിൽ മുസ്ലിം ലീഗിന് 5ാം മന്ത്രിസ്ഥാനം കൊടുത്തോടുകൂടി എത്ര പരിക്കാണ് UDF പറ്റിയെന്ന് UDF തന്നെ പറഞ്ഞു കിടക്കണ്ടല്ലോ. ആ 5ാം മന്ത്രിസ്ഥാനമോ 6ാം മന്ത്രിസ്ഥാനമോ ജമാഅത്തെ ഇസ്ലാമിക്ക് കൊടുക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ അവരെ വിശുദ്ധപ്പെടുത്തുന്നത്? അതിൻ്റെ കൊട്ടേഷൻ പണിയുടെ ഭാഗമായിട്ടല്ലേ ഒരു പുതിയ വാക്ക് മീഡിയ വൺ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് വാക്ക്? നമ്മൾ മൃദു ഹിന്ദുത്വം എന്ന് കേട്ടിട്ടുണ്ട്, തീവ്ര ഹിന്ദുത്വം എന്ന് കേട്ടിട്ടുണ്ട്. ഇടത് ഹിന്ദുത്വ എവിടെ നിന്ന് വന്ന് മീഡിയ വണ്ണിന് ഇടത് ഹിന്ദുത്വ? അത് M സ്വരാജിനെതിരെ. ആരാണ് M സ്വരാജ്? അയോധ്യയിൽ ഇതുപോലൊരു വിധി സുപ്രീം കോടതിയിൽ കല്ലച്ചിൽ അച്ചടിക്കുന്ന പോലൊരു വിധി ജഡ്ജിമാരെ പാട്ടിലാക്കിയിട്ട് ഉണ്ടാക്കിയതാണ്. ആ വിധി ഉണ്ടാക്കിയപ്പോൾ ഈ സാഹചര്യത്തിൽ ഇത്തരമൊരു വിധിയല്ലാതെ മറ്റേതെങ്കിലും വിധി നിങ്ങൾ പ്രതീക്ഷിച്ചോ? നിഷ്കളങ്കരെയും ചോദിക്കുന്ന ഒരു സ്വരാജ്. മതന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെട്ടപ്പോൾ വേട്ടയാടപ്പെട്ടവനോടൊപ്പമായിരിക്കും ഞാൻ എന്ന് പറയുന്നൊരു സ്വരാജ്. ആ സ്വരാജിനെ കുറിച്ചാണ് എന്താണ് പറയുന്നത്? ഇടത് ഹിന്ദുത്വ. ഇത് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആഖ്യാനമാണ്. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം 44 അല്ലെ 63 MP കാലത്ത് BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കോൺഗ്രസിൻ്റെ UPAക്ക് പിന്തുണ കൊടുത്തൊരു കാലം. അതിനുശേഷം ഇങ്ങോട്ട് ഈ മോദി സർക്കാരിൻ്റെ കാലത്ത് ഏതെല്ലാം വിഷയങ്ങൾ വന്നോ അപ്പോഴെല്ലാം ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും പ്രശ്നം എന്താണ്? ഞങ്ങൾക്ക് പുതിയ നിലപാടില്ല. ശരി. നമ്മുടെ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സമരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും SDP-യുമായി CPM കൂട്ടിച്ചേർന്നിട്ടുണ്ടോ? CPM തീരുമാനിച്ചത് പൗരത്വ ഭേദഗതിക്കെതിരായ സമരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കൂട്ടുകെട്ടില്ല. അപ്പം മുസ്ലിം ലീഗുമായി രാഷ്ട്രീയ കൂട്ടുകെട്ടില്ലാത്ത പോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടോ SDP-യുമായിട്ടോ ഇത്തരം വേദികൾ പങ്കിടില്ല എന്ന CPM-ൻ്റെ തീരുമാനം അവിടെ കിടക്കുകയാണ്. അപ്പോഴാണ് അവർ മത രാഷ്ട്രവാദിയല്ല എന്ന് BD സതീശൻ പറയുന്നത്. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. പ്രതിപക്ഷം ഗതികേടിലായി. ഗതികെട്ടാൽ പുലി പുല്ലും തിന്നെന്ന് പറഞ്ഞ പോലെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള സഖ്യം, SDP-യുമായിട്ടുള്ള ബന്ധം പാലക്കാട് ഒളിപ്പിച്ചിരുന്നു. അത് പരസ്യമാക്കേണ്ടി വന്നു നിലമ്പൂരിൽ. അത് നിലമ്പൂരിൽ പരസ്യമാക്കപ്പെട്ടതോടുകൂടി കേരളത്തിൽ അവർ ഒറ്റപ്പെടാൻ പോകുന്നു, ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി, ഞാൻ ശ്രീ അനിൽകുമാറിലേക്ക് വരാം. ഞാൻ ഡോക്ടർ പ്രേംകുമാറിലേക്ക് വരുമ്പോൾ ഈ മേഖലയിൽ വന്നിട്ടുള്ള ചില സോഷ്യൽ മീഡിയ പരാമർശങ്ങളോ പോസ്റ്ററുകളോ ഒക്കെ ഒന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാം. താങ്കൾ സ്വരാജിൻ്റെ FB പോസ്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതേസമയം തന്നെ നമ്മൾ ഇടക്കാലത്ത് ഈ മുസ്ലിം ലീഗിലെ അവരുടെ MSF-ലെ വനിതാ നേതാക്കളുമായി ബന്ധപ്പെട്ടൊക്കെ ലീഗുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ ഒരുപാട് വിവാദ രാഷ്ട്രീയ വാർത്തകളൊക്കെ വന്നൊരു കാലത്ത് ശ്രദ്ധയിൽപ്പെട്ട വളരെ പ്രമുഖമായ ആളുകളൊക്കെ അന്ന് ചർച്ച ചെയ്ത ഒരു വനിതാ നേതാവിൻ്റെ ഒരു പോസ്റ്റ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ശക്തമായ വിമർശന നിരീക്ഷണങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടു. വാപ്പൂട്ടിക്ക സംഘാവിൻ്റെ വാ പൂട്ടി എന്നാണ്. സംഘാവ് എന്നെഴുതിയിരിക്കുന്നതിനകത്തെ ലക്ഷ്യ ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാവും. വാപ്പൂട്ടിക്ക എന്നാണ് ഉദ്ദേശിച്ചത് ആര്യാടൻ ഷൗക്കത്ത്. സംഘാവിൻ്റെ വാ പൂട്ടി എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ ശശികലയുടെ സന്തോഷം ഈ ഇന്ത്യ വിഷൻ്റെ ക്ഷമിക്കണം മീഡിയ വണ്ണിൻ്റെ ജമാഅത്തെ ഇസ്ലാമി ചാനലിൻ്റെ ആ പോസ്റ്ററിൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ കാണുന്ന സോഷ്യൽ മീഡിയ ഇടത് ഹിന്ദുത്വയ്ക്ക് ഏറ്റ തിരിച്ചടി എന്ന് ജമാഅത്തെ ഇസ്ലാമി ചാനൽ പറയുമ്പോൾ അത് മുമ്പ് ശ്രീ അനിൽകുമാർ പറഞ്ഞ പോലെ പ്രേംകുമാർ ഒരു പുതിയ പ്രയോഗം കേരളത്തിലേക്ക് ഇറക്കി വിട്ടു നോക്കലാണ് ഇടത് ഹിന്ദുത്വ എന്ന നിലയിൽ ഒരു ചാനൽ പറയുന്ന സാഹചര്യം. അതുപോലെ തന്നെ SDP-യുടെ ഒരു സംസ്ഥാന പ്രവർത്തക സമിതി അംഗത്തിൻ്റെ FB പോസ്റ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു. ഞങ്ങൾ വോട്ട് മറിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് അതിനു മുമ്പ് വന്നിരുന്നു. മോഹൻ ജോർജ് എന്ന BJP-യുടെ സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞത് താങ്കളുടെ ശ്രദ്ധയിൽ ഉണ്ട് എന്നതുകൂടി. ഒരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടാം. ഇതേ ജമാഅത്തെ ഇസ്ലാമി ചാനലിൻ്റെ ഒരു പോസ്റ്റർ 23-ാം തീയതി വന്നു.
അത് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതായി എഴുതിയിരിക്കുന്നത് UDF ജയിപ്പിച്ചത് വർഗീയവാദികളും തീവ്രവാദികളും, LDF കിട്ടിയത് മതനിരപേക്ഷ വോട്ടുകൾ. ആ പ്രയോഗം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. UDF ജയിപ്പിച്ചത് വർഗീയവാദികളും തീവ്രവാദികളും. ആ വാർത്താ സമ്മേളനത്തിൽ എം.വി. ഗോവിന്ദൻ മാസ്റ്റർ എന്ന CPM സംസ്ഥാന സെക്രട്ടറി ആ രാഷ്ട്രീയ നിരീക്ഷണം നടത്തിയത് ഇതേ നിലയിലല്ല എന്നത് കേട്ടവർക്കൊക്കെ അറിയാം. പക്ഷേ അതിനെ ചുരുക്കി കാച്ചി കുറുക്കി എടുത്തു വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ത് എന്നുള്ളതാണ് ഞാൻ താങ്കളുടെ കൂടി നിരീക്ഷണത്തിലേക്കായി ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. അതിൻ്റെ തുടർച്ചയിലാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത്, ഞാൻ മുമ്പ് പറഞ്ഞു, ജനങ്ങളെയാണ് വർഗീയവാദികളെന്ന് വിളിക്കുന്നതെന്ന ബോധം വേണം എന്ന് പ്രതിപക്ഷ നേതാവിനൊരു രാഷ്ട്രീയം അതിൽ രൂപപ്പെടുത്താൻ കഴിയുന്ന ഒരു പരിസരം രൂപപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നടന്നു വരുന്ന കുറേയേറെ കാര്യങ്ങൾ അവഗണിച്ച് കളയേണ്ടതല്ല. കേരളത്തിൻ്റെ ഒരു സെക്യുലർ ഫാബ്രിക്കിനെ എങ്ങനെയൊക്കെ ഇടപെട്ട് ആഘാതമേൽപ്പിക്കാം എന്ന തരത്തിൽ വലിയ പ്രവർത്തനം നടന്നു വരുന്നു എന്നുകൂടി കണ്ട് ചർച്ച ചെയ്യേണ്ടതല്ലേ, പരിശോധിക്കേണ്ടതല്ലേ പ്രേംകുമാർ? ശരത്ത്, സാധാരണ കേരളത്തില് LDF-ഉം UDF-ഉം തമ്മിൽ ഇലക്ഷനിൽ നേരിട്ട് മത്സരിക്കും. ഏതെങ്കിലും ഒരാൾ ജയിക്കും, ഒരാൾ പരാജയപ്പെടും. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു എന്താ പറയാ, പരാജയത്തിന്റെ ഷോക്കിനെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി പലപ്പോഴും പറയുന്നതാണ് വർഗീയ ശക്തികളുടെ വോട്ട് കൊണ്ടാണ്, BJP-യുടെ വോട്ട് വാങ്ങിച്ചിട്ടാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിച്ചിട്ടാണെന്നൊക്കെ ഉള്ളത്. ഇടതുപക്ഷവും ആ തൊടു ന്യായം പലപ്പോഴും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ന്യായം പറയുന്ന പതിവ് രീതി അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നിലമ്പൂരിലെ കേസിൽ ഇത് വളരെ ഡിഫറെന്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ LDF-ഉം UDF-ഉം തമ്മിലാണ് ഫൈറ്റ് നടന്നിട്ടുള്ളത്. BJP-ക്ക് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കുറച്ച് പൈസയാണ്, കെട്ടിവെച്ച പൈസ പോയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച BJP-യിലേക്ക് വന്നിട്ട് കാൻഡിഡേറ്റ് ആയ ആള് തന്നെയാണ് പറയുന്നത്, BJP-ക്കാർ എനിക്ക് വോട്ട് ചെയ്തിട്ടില്ല, ആര്യാടൻ ഷൗക്കത്തിനാണ് വോട്ട് ചെയ്തതെന്നുള്ളത്. ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ അയാൾ പറഞ്ഞത് ശരിയാണ്, കഴിഞ്ഞ തവണ BJP കിട്ടിയ വോട്ട് പോലും ഇല്ല. പക്ഷേ സ്വരാജ് പരാജയപ്പെട്ടതിൽ അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചതിൽ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നത് UDF-ന്റെ ഒഫീഷ്യൽ UDF പാർട്ടികളെക്കാൾ കൂടുതൽ, കോൺഗ്രസ് ലീഗ് പാർട്ടികളെക്കാൾ കൂടുതൽ അത് ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കാരും അതേപോലെ സംഘപരിവാറിന്റെ ആളുകളാണ്. ഒരു തേർഡ് റേറ്റ് നിരീക്ഷകൻ 34 പോസ്റ്റുകൾ എങ്ങാണ്ടാണ് സ്വരാജിനെ കളിയാക്കാൻ മാത്രമായി ഇട്ടിട്ടുള്ളത്. സ്വന്തം സംഘടനയിൽ ശബ്ദിക്കാൻ അവസരം കിട്ടാത്ത, സ്വന്തം സംഘടനയുടെ, വിദ്യാർത്ഥി സംഘടനയുടെ അഖിലേന്ത്യാ നേതാവിനെതിരെ സ്ത്രീ പീഡനത്തിന് പരാതി കൊടുത്തിട്ട് ആ പരാതി ഒത്തുതീർപ്പാക്കേണ്ടി വന്ന അങ്ങനെ ഒരു പരാതി കൊടുത്തു എന്നുള്ളതിന്റെ പേരിൽ അതിന്റെ പ്രതികരണമായിട്ട് അവരുടെ സംഘടനയെ തന്നെ പിരിച്ചുവിട്ട അങ്ങനത്തെ ഒരു ധീര വനിത, ഒരു വനിതാ രൂപിണി എന്ന് പറയാം, സ്ത്രീ രൂപിയായിട്ടുള്ള ഒരു കഥാപാത്രം M സ്വരാജിനെ സംഘാവ് എന്നാ വിളിക്കുന്നത്. അതിലും രസം, സന്ദീപ് വാര്യർ കോൺഗ്രസ് ആയി എന്നാ നമ്മൾ വിചാരിച്ചത്. കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ അഡ്വക്കേറ്റ് അനിൽകുമാർ പറയുന്നുണ്ടായിരുന്നു, BJP-യുടെ ഒരു പ്രതിനിധിയുണ്ട്, സന്ദീപ് വാര്യരുണ്ട്, 2 RSS-കാരോടാണ് ഞാൻ സംസാരിക്കേണ്ടി വരുന്നത് എന്നുള്ളത്. ബാബറി മസ്ജിദ് വിഷയത്തിൽ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ഏകപക്ഷീയമായ വിധിയെ വിമർശിച്ചുകൊണ്ട് M സ്വരാജ് നടത്തിയ ഫേസ്ബുക്ക് പോസ്റ്റിനെ ട്രോളിക്കൊണ്ട് പോസ്റ്റ് ഇടുന്നത് അദ്ദേഹം മറന്നു പോവാണ്, ഞാനിപ്പോ കോൺഗ്രസ് ആണ് എന്നുള്ളത്. മാത്രമല്ല അത് ട്രോളും അല്ല, സത്യവുമാണ്. ഈ സത്യാനന്തര കാലത്ത് ഇങ്ങനെ അല്ലാതെ മറ്റൊരു ഫലം നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ സത്യാനന്തര കാലത്ത് കള്ളം പറഞ്ഞാണ് ഷൗക്കത്ത് ജയിച്ചതെന്നാ പറയുന്നത്. ഉള്ളിലുള്ള RSS-ന്റെ ആളാ പുറത്തു വരുന്നത്. ഒരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകളുടെ ഭയങ്കരമായ ആഘോഷങ്ങൾ. ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം ഇല്ല എന്ന് പറയുന്നത്, ഞാൻ പലതവണ പറഞ്ഞതുപോലെ, ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ അല്ല, C ദാവൂദ് അല്ല പറയുന്നത്, അത് പറയുന്നത് VD സതീശനാണ്. VD സതീശൻ അല്ലല്ലോ പറയേണ്ടത്. ഇന്ന് ഡോക്ടർ MK മുനീറിന്റെ, സംഘപരിവാറിനെ പറ്റി പുസ്തകം എഴുതിയിട്ടുള്ള MK മുനീറിന്റെ പ്രസ്താവന വരുന്നു, ജമാഅത്തെ ഇസ്ലാമി UDF-ന്റെ സഖ്യകക്ഷിയൊന്നുമല്ല, അവർ മതരാഷ്ട്രവാദികൾ തന്നെയാണെന്ന്. മലപ്പുറത്ത് ഏറ്റവും സെക്യുലറായ നിലപാട് സ്വീകരിച്ചിരുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു, കോൺഗ്രസ്സുകാരനായിരുന്നു ആര്യാടൻ മുഹമ്മദ്. തങ്ങൾ എന്നുള്ള പേര് വിളിക്കുമായിരുന്നില്ല ആര്യാടൻ മുഹമ്മദ്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുമായിരുന്നു. ആ ആര്യാടൻ എന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആലയെ കൊണ്ടുപോയി കെട്ടിയിരിക്കുകയാണ് തന്റെ വിജയം. അത് സങ്കടമുള്ള കാര്യമാണ്. കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറഞ്ഞ ഒരാൾ കേരള നിയമസഭയിൽ എത്തുന്നത് നല്ല കാര്യമാണ്. M സ്വരാജിനെ പരാജയപ്പെടുത്തി എത്തുന്നത് നല്ല കാര്യമാണ്. പക്ഷെ അങ്ങനെ എത്തുന്നത് ആര്യാടൻ മുഹമ്മദും കോൺഗ്രസും ഒരു കാലം വരെ മുന്നോട്ട് വെച്ചിരുന്ന സെക്യുലർ ക്രെഡൻഷ്യൽസ് കംപ്ലീറ്റ് കോംപ്രമൈസ് ചെയ്തിട്ടാണ് എന്നുള്ളത് അത് പേടിയുണ്ടാക്കുന്ന കാര്യമാണ്, അത് നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇനി ഈ കാര്യങ്ങൾ തുറന്നു സമ്മതിക്കുന്നത് ഇവര് തന്നെയാണെന്നുള്ളതാണ് അതിന്റെ കാര്യം, പുറത്തുള്ള ആൾക്കാരല്ല.
ആഘോഷത്തിന് ശേഷം എം സ്വരാജിനെ ഏറ്റവും കൂടുതൽ പരിഹസിക്കുന്നത് വർഗീയവാദികളാണ്, ഒരു വ്യത്യാസമില്ലാതെ. ഈ പോസ്റ്റ് SDPI-കാരൻ്റെതാണോ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ്റെതാണോ സംഘപരിവാറിൻ്റെതാണോ എന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് എം സ്വരാജ് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതിയിൽ എനിക്ക് ഇതിലേറെ ആഹ്ലാദത്തിന് എന്ത് വേണം എന്നുള്ളത്. ഇലക്ഷനിൽ ജയിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്, പക്ഷെ അത് പ്രാഥമികമായ കാര്യമല്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ആ കാര്യത്തിൽ കേരളത്തിൽ വളരെ ഗംഭീരമായ നിലപാട് സ്വീകരിക്കുന്ന ആളാണ് എം സ്വരാജ്. തുടക്കം മുതൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത അന്നും ഇന്നും ജില്ലാ സെക്രട്ടേറിയറ്റിലെ, പക്ഷേ ഇലക്ഷൻ പ്രചരണ സമയത്ത് ഇല്ലാതിരുന്ന സഖാവ് അനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ആദ്യം പറഞ്ഞ ഒറ്റ കാര്യമാണ്, സ്ഥാനാർത്ഥിയാണെന്നല്ല പോട്ടെ, ഒരൊറ്റ വർഗീയവാദിയുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട. അത് തന്നെയാണ് എം സ്വരാജ് കൃത്യമായി ആവർത്തിച്ചത്. അത് തന്നെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും പറഞ്ഞത്. പക്ഷെ അപ്പുറത്ത് അങ്ങനെയല്ല. ആര്യാടൻ ഷൗക്കത്ത് തന്നെ പറയുന്നു ജമാഅത്തെ ഇസ്ലാമിന്റെ വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. അവര് വന്ന് ആഘോഷിക്കുന്നു. ഇത് സെക്യുലർ ഫാബ്രിക്കിന്, കോൺഗ്രസും CPM-ഉം അല്ലെങ്കിൽ LDF-ഉം UDF-ഉം തമ്മിലുള്ള പവർ ബാലൻസിന്, അവർ തമ്മിൽ നടക്കേണ്ടുന്ന ആരോഗ്യകരമായിട്ടുള്ള ഒരു ഇലക്ഷൻ ബാറ്റിലിന് ഭയങ്കര കുഴപ്പം ചെയ്യുന്നുണ്ട്. ഇനി ഈ കാര്യം പറയുമ്പോൾ, അതായത് ജമാഅത്തെ ഇസ്ലാമിയും സംഘപരിവാറും തന്നെ, BJP-യും ജമാഅത്തെ ഇസ്ലാമിയും തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളാണ് വിജയിപ്പിച്ചത് എന്നുള്ളത്, അവർ രണ്ടുപേരും വർഗീയ കക്ഷികളാണെന്ന് കോൺഗ്രസ് തന്നെ ഔദ്യോഗികമായി പറയുന്ന സാധനം നമ്മൾ പറയുമ്പോൾ CPM-ന്റെ ആളുകൾ, ഇടതുപക്ഷത്തിന്റെ ആൾക്കാർ പറയുമ്പോൾ VD സതീശൻ അതിനെ ട്വിസ്റ്റ് ചെയ്തിട്ട് നിലമ്പൂരുകാരെ മുഴുവൻ വർഗീയവാദികളാണ് എന്ന് പറഞ്ഞു എന്നാണ്. അങ്ങനെയല്ലല്ലോ, നിലമ്പൂരുകാരെ മുഴുവൻ വർഗീയവാദികളാണെന്നല്ല. അങ്ങനെയാണെങ്കിൽ 66,000 ആളുകൾ എം സ്വരാജിന് വോട്ട് ചെയ്യില്ല. 70,000 കൂടുതൽ, 77,000 ആളുകൾ എന്താ പറയാ ഷൗക്കത്തിന് വോട്ട് ചെയ്യില്ല. അവരെല്ലാവരും വർഗീയവാദികളാണെന്നല്ല. പക്ഷെ ഇതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ രണ്ട് പക്ഷത്തു നിന്നുള്ള വർഗീയ സംഘടനകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇത് വളരെ 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 ഭീതിതമായ ഒരു കാര്യമാണ്. കോൺഗ്രസോ CPM-ഓ തമ്മിൽ നേരിട്ടുള്ള രാഷ്ട്രീയ മത്സരത്തിന് ഒരുങ്ങുകയാണ് നിലമ്പൂർ എന്നുള്ള രീതിയിൽ വളരെ വളരെ പ്രതീക്ഷയോടെ, വളരെ ആവേശത്തോടെ നമ്മൾ ആ ഇലക്ഷനെ കണ്ടിട്ടുള്ളത്. നല്ല കാര്യം, നല്ല 2 കാൻഡിഡേറ്റ്സ്. പക്ഷേ അത് അവിടുന്ന് ട്വിസ്റ്റ് ചെയ്ത് പോയിട്ട് UDF ജയിക്കുകയും പക്ഷെ മുന്നോട്ട് വെച്ചിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ ഇല്ലാതാവുകയും ചെയ്യാണ്. ഇത് വലിയൊരു ചോദ്യമാണ്. നിങ്ങൾ ഉയർത്തുന്ന, നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം മുറുകെ പിടിച്ചുകൊണ്ട് പരാജയപ്പെടണമോ, അതോ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ഇല്ലാതായിക്കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ജയിക്കേണ്ടതുണ്ടോ? 2 ടേം അധികാരത്തിന് പുറത്ത് നിന്ന് കഴിഞ്ഞു എന്ന് വരുമ്പോ കേരളത്തിൽ UDF ആ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെന്ന് ഇന്ന് അസീഫ് പുത്തലത്ത് ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. മരിച്ചുപോയ തൊട്ടു മുമ്പത്തെ ലീഗിന്റെ നേതാവായിരുന്ന ഹൈദർ അലി തങ്ങൾ ഒരേ ഒരു സമര രംഗത്തെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ. അത് BJP-യുടെ VV രാജേഷ് നിരാഹാരം കടന്നെടുത്തായിരുന്നു. അതിന്റെ മുന്നത്തെ തങ്ങൾ ഒരേ ഒരു ഇലക്ഷൻ പ്രചരണത്തിലെ പങ്കെടുത്തിട്ടുള്ളൂ. അത് കോലീബി മുന്നണിയുടെ ബേപ്പൂരിലെ BJP കാൻഡിഡേറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ആ പാർട്ടിയുടെ ഏറ്റവും പുതിയ സ്റ്റേജിൽ കയറാൻ അനുവാദമില്ലാത്ത സ്ത്രീ നേതാവാണ് എം സ്വരാജിനെ പോലുള്ള ഒരാളെ സംഘാവ് എന്ന് വിളിക്കുന്നത്. അതേസമയം അയ്യപ്പനാണ് തോൽപ്പിച്ചതെന്ന് സംഘപരിവാറിന്റെ ആളുകളും വിളിച്ചു പറയുന്നു. സത്യത്തിൽ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് കാണുകയാണ് നിലമ്പൂരിലെ റിസൾട്ട്. ഞാൻ മനസ്സിലാക്കുന്നത് LDF-നെ സംബന്ധിച്ചിടത്തോളം, CPM-നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 9 വർഷം PV അൻവർ എന്ന് പറഞ്ഞ ഒരു അരാഷ്ട്രീയ നേതാവിന്റെ, സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ പോരാ, ഒരു അരാഷ്ട്രീയ നേതാവിന്റെ കയ്യിൽ പെട്ടിരുന്ന അവിടുത്തെ പാർട്ടി സംവിധാനത്തെ LDF സംവിധാനത്തെ തിരിച്ചു പിടിക്കുക എന്നുള്ളതായിരുന്നു LDF-ന്റെയും CPM-ന്റെയും മുന്നിലുള്ള ആദ്യത്തെ ഉത്തരവാദിത്തം, ആദ്യത്തെ ടാസ്ക്. അത് 100% ഭംഗിയായിട്ട് CPIM LDF-ഓട് നേടിയിട്ടുണ്ട്. ആ അർത്ഥത്തിൽ മാത്രം ആ ഇലക്ഷനിൽ രാഷ്ട്രീയമായിട്ട്, പൊളിറ്റിക്കലായിട്ട് LDF വിൻ ചെയ്ത് കഴിഞ്ഞതാണ്. ആ പാർട്ടിയെയും സിസ്റ്റത്തെയും ഒരു പോറലുമില്ലാതെ അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതിന് ശേഷം മൊത്തം ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ശരി, ശ്രീ പൊടിപ്പാറ, ഇതിപ്പോ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ കൂടി ഇപ്പോൾ ഇതിനകത്തൊരു രാഷ്ട്രീയ പോരാട്ടം നടന്നു, അതിൻ്റെ രാഷ്ട്രീയ വിജയം UDF-ന് ഉണ്ടാകുമ്പോൾ തന്നെ അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് എടുക്കാൻ മതവർഗീയവാദികൾ ശ്രമിക്കുമ്പോൾ അത് ചൂണ്ടിക്കാട്ടേണ്ടതും അത് ചർച്ച ചെയ്യേണ്ടതും ഒരു രാഷ്ട്രീയ കേരളത്തിൻ്റെ, ഒരു പ്രബുദ്ധ കേരളത്തിൻ്റെ ഉത്തരവാദിത്വമല്ലേ? അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന മാധ്യമങ്ങൾ, അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, ഇടത് ഹിന്ദുത്വ എന്ന നിലയിൽ ജമാഅത്തെ ഇസ്ലാമി ചാനൽ കേരളത്തോട് പറയാൻ ശ്രമിക്കുന്നത് ഏറ്റവും ഹീനമായ അവരുടെ ഒരു താല്പര്യത്തെയല്ലേ അതിലൂടെ പ്രതിനിധാനം ചെയ്യുന്നത്? കേരളത്തിലെ ഏറ്റവും ശക്തമായ ഒരു പാർട്ടിയുടെ, മതനിരപേക്ഷതയെ അതിശക്തമായി ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചോ വിശകലനം ചെയ്യുന്നതിൽ നിന്ന് UDF-നെ ജയിപ്പിച്ചത് വർഗീയവാദികളും
തീവ്രവാദികളുമാണ് എന്ന നിലയിലേക്കൊരു മാധ്യമ സ്ഥാപനം ഒരു കാർഡും ഒരു നിലപാടും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് ഉത്തരവാദിത്തമുള്ളതാണോ എന്ന ചോദ്യം പോലും പ്രസക്തമല്ല. അതിനപ്പുറം അവരുടെ വർഗീയ താല്പര്യങ്ങളെ വളരെ സ്പഷ്ടമായും ശക്തമായും അവതരിപ്പിച്ച് കേരളത്തിലേക്ക് അങ്ങനെ പ്രസരിപ്പിക്കുകയല്ലേ? അതിനെ UDF ഏറ്റെടുക്കും വിധത്തിലേക്ക് കൊണ്ടുപോകാമോ? അവിടെയാണ് എൻ്റെ മുമ്പിലത്തെ ചോദ്യം വീണ്ടും ഞാൻ ആവർത്തിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ UDFൻ്റെ ഒരു പൊതുരാഷ്ട്രീയത്തിന് ഗുണകരമാണോ? ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് സഹകരണം എന്നുള്ളത് നിലമ്പൂരിനപ്പുറം കേരളമാകെ UDFന് സഹായകരമാണോ? അഞ്ചാം മന്ത്രി എന്ന പ്രശ്നം വന്നപ്പോൾ തന്നെ, ലീഗിൻ്റെ അഞ്ചാം മന്ത്രി എന്നത് വന്നപ്പോൾ തന്നെ ആ കാലത്ത് നമ്മൾ കണ്ടതാണ് അത് എത്രമാത്രം UDFനെ അത് പ്രതികൂലമായി ബാധിച്ചു, കോൺഗ്രസ് എത്രമാത്രം ബുദ്ധിമുട്ടി. നിലമ്പൂർ കഴിയുമ്പോഴും വീണ്ടും UDF രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് മുസ്ലിം ലീഗിനെ കുറിച്ചാണ്. അതുമാത്രമല്ല ഇന്ന് എന്നുള്ളതാണ്. അതിനോടൊപ്പം ജമാഅത്തെ ഇസ്ലാമി വരുന്നു, SDPI വരുന്നു, ഇവരുടെ ആകെ വെൽഫെയർ പാർട്ടി വരുന്നു. ഇവരുടെയൊക്കെ ഒരു UDF താല്പര്യവും UDFന് വേണ്ടി നിൽക്കുന്നതും യഥാർത്ഥത്തിൽ കേരളമാകെയുള്ള VD സതീശൻ നയിക്കുന്ന UDFന് പൊളിറ്റിക്കലി ഗുണകരമായ ഒരു കാര്യമാണ്. നേരത്തെ വളരെ നീണ്ട ചോദ്യമാണ് അങ്ങ് ഉന്നയിക്കുന്നത്. ദീർഘമായി പറയാം. അങ്ങ് തന്നെ ഒരുപാട് കൊണ്ടിരിക്കുകയാണ്. ചോദ്യം അവസാനിച്ചോ? അതെ, താങ്കൾ പറഞ്ഞോളൂ. എനിക്ക് താങ്കൾ ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് നേരത്തെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ അനിൽകുമാറും രാഷ്ട്രീയ നിരീക്ഷകൻ ഞാൻ ബഹുമാനിക്കുന്ന ശ്രീ പ്രേംകുമാറും പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. ഞാൻ അവരുന്നയിച്ച പ്രധാന പ്രശ്നങ്ങളെ ഒന്നും ചോദ്യം ചെയ്യുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അനിൽകുമാറിന് ഇങ്ങനെ തന്നെ ഇപ്പൊ സംസാരിക്കാൻ പറ്റുള്ളൂ. എല്ലാ സമയത്തും CPMന്റെ രാഷ്ട്രീയ ലൈനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പ്രേംകുമാറിനും ഈ ഘട്ടത്തിൽ ഈ രീതിയിലുള്ള ന്യായീകരണങ്ങൾ പറയാൻ അദ്ദേഹത്തിനും അവകാശമുണ്ട്. പക്ഷെ യാഥാർത്ഥ്യമായിട്ട് എനിക്കൊരു അഭ്യർത്ഥന ഉണ്ട് അതിനു മുമ്പ് ശരത്തിനോട്. ഈ രണ്ടുപേരും വളരെ നീണ്ടു സംസാരിച്ചു. എനിക്കൊരു അല്പം സമയം തരണം ഒരു ബാലൻസിങ്ങിന് വേണ്ടി. അത് ന്യായമാണല്ലോ. അപ്പോ ഇതിനകത്തുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ, വർഗീയവാദികളുടെ വോട്ട് കൊണ്ടാണ് UDF ജയിച്ചത്. ഈ വർഗീയ ബന്ധം നാളെ UDFന് ഗുണം ചെയ്യുമോ? ഇതാണല്ലോ ഇവിടെ ഉന്നയിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് UDFന് കിട്ടി എന്നുള്ളതാണ് നിലമ്പൂരിലെ ഏറ്റവും വലിയ വിവാദം. പ്രത്യേകിച്ച് രാഷ്ട്രീയ വിവാദം. CPM വളരെ ശക്തമായി മുന്നോട്ട് വെക്കുന്ന, ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ വിവാദം. ഞാനതിനെ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ഈ ബന്ധത്തെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ അങ്ങ് ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്ന ഒരാളൊന്നുമല്ല. കോൺഗ്രസ് പോലുള്ള പ്രസ്ഥാനം ഇത്തരം കഴിയുമെങ്കിൽ ഈ ഇത്തരം ബന്ധങ്ങൾ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എപ്പോഴും ഒരു നേർരേഖ അല്ലാത്തത് കൊണ്ട് അങ്ങനെ നേർരേഖയിലല്ല ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതുവരെയുള്ള കാലഘട്ടത്തിൽ മുമ്പോട്ട് പോയിട്ടുള്ളത് എന്നൊരു മാധ്യമ പ്രവർത്തകൻ എന്ന എൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് അറിയാവുന്നത് കൊണ്ടും ഈ ജമാഅത്തെ ഇസ്ലാമിയായിട്ടും ഈ പറഞ്ഞ അവരുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ രൂപമായിട്ടൊക്കെ ഇതിനു മുമ്പ് ഇടതുപക്ഷവും പല സ്ഥലത്തും പല രീതിയിലും പല തലത്തിലും ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള എൻ്റെ കാൽനൂറ്റാണ്ട് കാലത്തെ ജീവിതത്തിനിടയിൽ എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതിനി എത്ര ഇല്ല എന്ന് ആരൊക്കെ നിഷേധിക്കാൻ ശ്രമിച്ചാലും ശരത്തെ അങ്ങനെയല്ല എന്നാണ് എൻ്റെ ബോധ്യവും എൻ്റെ അനുഭവവും ഞാൻ കണ്ട കാഴ്ചകളും. അതുകൊണ്ട് ഞാൻ അതിനകത്ത് തർക്കിക്കുന്നില്ല. ഇവിടുത്തെ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം, ഇപ്പൊ വർഗീയ പാർട്ടികളുടെ വർഗീയ ശക്തികളുടെ പിന്തുണ കൊണ്ട് മാത്രമാണ് നിലമ്പൂരിൽ UDF ജയിച്ചത് എന്ന് CPM അല്ലെങ്കിൽ അനിൽകുമാറും പ്രേംകുമാറും വാദിക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ കൈവശം ഉള്ള കണക്കനുസരിച്ച് ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ അവരുടെ രാഷ്ട്രീയ രൂപത്തിന് നിലമ്പൂരിൽ എത്ര വോട്ടുണ്ട്? ഒരു ഉദ്ദേശം കണക്ക് പ്രകാരം അവർക്ക് എത്ര വോട്ടുണ്ട് നിലമ്പൂർ മണ്ഡലത്തിൽ? ഞാൻ അറിഞ്ഞിടത്തോളം, ഞാൻ മനസ്സിലാക്കിയിടത്തോളം, പല രീതിയിൽ ഞാൻ അന്വേഷിച്ച് മനസ്സിലാക്കിയിടത്തോളം ഏറിയാൽ ഒരു 3000 വോട്ടാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് നിലമ്പൂർ മണ്ഡലത്തിലുള്ളത്. ഇനി അങ്ങേയറ്റം പോയാൽ 4000 വോട്ട് എന്ന് തന്നെ കരുതുക. ഈ 4000 വോട്ട് കൊണ്ട് ഈ 11,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തെ അങ്ങനെ അങ്ങോട്ട് വർഗീയ പിന്തുണ കൊണ്ട് മാത്രം ജയിച്ചു എന്ന് ചുരുക്കി കാണാൻ പറ്റൂ? അതൊരു ഓവർ സിംപ്ലിഫിക്കേഷൻ അല്ലേ? ഈ 4000 വോട്ട് മാത്രം കൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ ആ വർഗീയ ശക്തിയുടെ പിന്തുണ കൊണ്ട് ഇനി ഭൂരിപക്ഷം ഒരു 7000 ആയിട്ട് കുറയും എന്നല്ലാതെ ഈ വിജയം തടുക്കാൻ പറ്റുമോ? ഇനി മറ്റൊരു കാര്യം, ഞാനൊരു കൗണ്ടർ ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഏറ്റവും വെറുക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ വഞ്ചിച്ച് നിങ്ങൾ തന്നെ കൊണ്ടുപോയി വളർത്തിയതും നിങ്ങൾ തന്നെ കൊണ്ടുപോയി കൊല്ലിച്ചതും ചാപ്പാന്നൊക്കെ പറയുന്ന പോലെ ഈ PV അൻവർ എന്ന് പറയുന്ന കഥാപാത്രത്തെ ഈ പറയുന്ന രീതിയിലേക്ക് വളർത്തിയതും ഈ പറയുന്ന
മകനായി ഭവിച്ചതും ഒക്കെ നിങ്ങൾ തന്നെ വളർത്തിയുണ്ടാക്കിയതാണ്. ഈ മുതൽ എന്തായിരുന്നു എന്നുള്ളത് ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുറ്റ. ഇനി അത് പോട്ടെ. UDF ഈ PV അൻവറിനെ ജയിക്കുക, നിലമ്പൂരിൽ എങ്ങനെയും ജയിക്കുക എന്നത് മാത്രമാണ് UDFന്റെ അജണ്ടയെങ്കിൽ, ലീഗിന്റെ അജണ്ടയെങ്കിൽ, ഈ PV അൻവറിനെ അയാൾ പറഞ്ഞ വ്യവസ്ഥയൊക്കെ പാലിച്ചങ്ങ് ചേർത്താ പോരെ. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വന്നതാണ്. പിണറായി സത്തിനെതിരെയും അദ്ദേഹത്തിന്റെ മകനുമൊക്കെ എതിരെ ഇത്രയും തെറി വിളിക്കുന്ന, ഇത്രയും പുലഭ്യം പറയുന്ന, ഇത്രയും നിശ്ചിതമായി അറ്റാക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? നിലമ്പൂരിൽ വിജയിക്കുക എന്നത് മാത്രമാണ് UDFന്റെ ലക്ഷ്യം. അതിനകത്ത് ഒരു തത്വശാസ്ത്രവും ഒരു സാമാന്യ മര്യാദയും ഒരു രാഷ്ട്രീയ ധാർമ്മികതയും നൈതികതയും ഒന്നുമില്ലെങ്കിൽ ഈ പറയുന്ന PV അൻവറിന്റെ സകല കൊള്ളരുതായ്മകൾ, അയാൾ പറയുന്ന സകല വ്യവസ്ഥയും, അയാൾ പറയുന്ന യാതൊരു വ്യവസ്ഥയില്ലായ്മയും എല്ലാം അംഗീകരിച്ച് രാവിലെ പറയുന്നു, ഉച്ചയ്ക്ക് പറയല്ലോ, ഉച്ചയ്ക്ക് പറയുന്നു, വൈകുന്നേരം പറയില്ല, ഈ രീതിയിലൊക്കെ പറയുന്ന PV അൻവറിനെ അങ്ങ് കൂട്ടിയാൽ പോരെ? കുറച്ച് നാണം കെട്ടാ പോരെ? എന്തുകൊണ്ട് ചേർത്തില്ല? ഏറ്റവും എളുപ്പത്തിൽ നിലമ്പൂർ ജയിക്കാമായിരുന്ന ഫോർമുല അതാണല്ലോ, കോമ്പിനേഷൻ. പക്ഷെ എന്തുകൊണ്ട് ചേർത്തില്ല? നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവിനെ, സാധാരണ ഇതിൽ ഏത് രാഷ്ട്രീയക്കാരും ഈ അവസരം, നിലമ്പൂർ ഒരു ക്രൂഷ്യൽ ഇലക്ഷൻ ആണെന്നുള്ളതുകൊണ്ട് അൻവറിനെ കൊണ്ടുള്ള തൊന്തരവൊക്കെ ഉണ്ടാവട്ടെ, തൽക്കാലം ഇത് ജയിക്കുക എന്നുള്ളതാണ് പ്രധാനമെങ്കിൽ, അതാണ് പ്രൈമറി അജണ്ടയെങ്കിൽ ഈ അൻവറിനെ കൂടെ കൂട്ടില്ലായിരുന്നു. കൂട്ടിയില്ലല്ലോ. എന്തേ കൂട്ടിയില്ല? നിങ്ങളെ തോൽപ്പിക്കുക എന്നുള്ളതിനോടൊപ്പം തന്നെ ഒരു രാഷ്ട്രീയ മര്യാദ കൂടി വേണം. ഇങ്ങനെയുള്ള അവസരവാദികളെ തോളി കയറിയിരുന്ന് അതിന്റെ ക്രെഡിറ്റ് അവസാനം അയാൾ തന്നെ കൊണ്ടുവന്ന് അയാൾക്ക് അങ്ങനെ ക്രെഡിറ്റ് കൊടുക്കണ്ട എന്ന് UDFലെ പ്രത്യേകിച്ച് VD സതീശനെ പോലെ ഒരാൾ തീരുമാനിച്ചതിന് എന്തുകൊണ്ടാണ് നിങ്ങൾ തീരെ കാണാതിരിക്കുന്നത്? അതിനകത്തും ഉണ്ടല്ലോ ഒരു രാഷ്ട്രീയ മര്യാദയും മാന്യതയും അന്തസ്സും ഒക്കെ. അത്തരം അന്തസ്സുകളെ നിങ്ങൾ ഒരു ഘട്ടത്തിൽ പോലും പറയാതിരിക്കുകയും ഏതെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന ജൽപ്പനങ്ങളെ മുഴുവൻ പർവ്വതീകരിച്ച് അത് മുഴുവൻ കോൺഗ്രസിന്റെ അക്കൗണ്ടിലാണ്, ലീഗിന്റെ അക്കൗണ്ട്. സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ പോലെ ഒരു നിയന്ത്രണമില്ല, എല്ലാവരും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. കിട്ടുന്ന താപ്പിൽ ആരെയും കയറി മേയുന്നുണ്ട്. ആ മേച്ചിൽ മുഴുവൻ ഈ പറഞ്ഞ രീതിയിൽ കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടാണ്, ലീഗുകാർ പറഞ്ഞിട്ടാണ്. ശശികലയുടെ പോസ്റ്റിനെയൊക്കെ നിങ്ങൾ ആരെങ്കിലും പുറത്ത് വെച്ച് കെട്ടാൻ പോയിട്ട് വല്ല കാര്യമുണ്ടോ? അവരുടെ ഇതിന് വല്ല അർത്ഥമുണ്ടോ? അല്ലെങ്കിൽ അവർക്ക് എന്ത് രാഷ്ട്രീയ മര്യാദയുള്ളത്? പ്രത്യേകിച്ച് ശബരിമല വിഷയത്തിലുള്ള ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ നിലപാടിനെ ഇപ്പൊ അദ്ദേഹം തോറ്റപ്പോ ആഞ്ഞടിക്കാൻ കിട്ടിയ ഒരു അവസരം ഉപയോഗിക്കുന്നത് കരുതിയ പോരെ. അവരെയൊക്കെ വെറുതെ എന്തിനായി ഈ ആവശ്യമില്ലാത്ത പ്രാധാന്യം കൊടുക്കുന്നത്? അവർക്കൊക്കെ എന്ത് രാഷ്ട്രീയ മാന്യതയും രാഷ്ട്രീയ മര്യാദയും അല്ലെങ്കിൽ രാഷ്ട്രീയ ഇതൊക്കെ ഉള്ളത്, ധാർമ്മികതയുള്ളത്? അവർ കിട്ടുന്ന അവസരത്തിൽ അവരുടെ ഒരു പ്രഖ്യാപിത ശത്രുവിനെ അടിക്കാൻ കിട്ടിയ ഒരു അവസരത്തിൽ ആഞ്ഞടിക്കുന്നു. ഒന്നും അത്ര വലിയ എന്താ പറയാ, കനമായിട്ട് എടുക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതൊക്കെ ഇങ്ങനെ പറയുന്നത് ഡോഗ്സ് മേ ബാർക്ക് ബട്ട് ദ കാരവൻസ് വിൽ മൂവ് ഓൺ എന്ന് പറയാറില്ലേ? അങ്ങനെയാണല്ലോ ഇത് പൊതു തത്വം. ഇതൊക്കെ ഉണ്ടാവുന്നേ. CPM പോലുള്ള ഒരു പാർട്ടി, സ്വരാജിനെ പോലെ പരിണതപ്രച്ഛനായ ആ പ്രായത്തിന് അപ്പുറത്ത് രാഷ്ട്രീയമായി വളർന്നിട്ടുള്ള രാഷ്ട്രീയ പക്വതയുള്ള ആ രാഷ്ട്രീയ ധാരണകളുള്ള ഒരു മനുഷ്യൻ ഈ പറഞ്ഞ കുറച്ച് ആളുകൾ സോഷ്യൽ മീഡിയയിൽ പറയുന്ന ഈ കൊര കേട്ടിട്ട് പേടിക്കേണ്ട വല്ല കാര്യമുണ്ട്? എന്റെ ചോദ്യം അത്രയേ ഉള്ളൂ. അല്ല, പേടിച്ചെന്നാണോ മനസ്സിലായത്? പൊടിപ്പാറ സാർ വിചാരിച്ചത് സ്വരാജ് പേടിച്ചു എന്നാണോ വിചാരിച്ചത്? പേടിച്ചു എന്നല്ല ഞാൻ പറയുന്നത്, ഇതിനെ ഗൗരവത്തിൽ എടുക്കേണ്ട കാര്യമില്ല എന്നേ പറയുന്നത്. എന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പിന്റെ വിധിയെഴുത്തിൽ ഇരു മുന്നണികൾക്കും കൃത്യമായ മുന്നറിയിപ്പുകളുണ്ട്. അത് ഇടതുപക്ഷത്തിനും ഉണ്ട്, UDFനും ഉണ്ട്. ഇപ്പൊ തൽക്കാലം UDFന് ആഹ്ലാദിക്കാൻ വകയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ UDF തോറ്റിരുന്നെങ്കിൽ അക്ഷരാർത്ഥത്തിൽ അവരുടെ ഗ്യാസ് പോയേനെ, കാറ്റ് പോയേനെ. മാത്രമല്ല അതിനകത്ത് കുറെ തലകൾ ഉരുണ്ടേനെ. പക്ഷെ ജയിച്ചത് കൊണ്ട് UDFന് കുറച്ചുകൂടെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ഈ തോൽവി LDFന്റെ അവസാനമാണെന്ന്, ഇതോടുകൂടി എല്ലാം എന്താ പറയാ ലോകാവസാനമാണെന്ന് ഞാൻ കരുതുന്നില്ല. അതല്ല ചരിത്രവും. പക്ഷെ LDF ചില ചുവരെഴുത്തുകൾ വായിക്കാനുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ എന്നുള്ളത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. എന്നെക്കാളൊക്കെ രാഷ്ട്രീയ ധാരണകളുള്ള അനിൽകുമാറിനെ പോലുള്ളവർക്ക് അതിൽ മറുപടി പറയാനുണ്ടാവും എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ വിചാരിക്കുന്നു എല്ലാ ചുവരെഴുത്തുകൾ ഞാനപ്പോ ഒന്ന് അദ്ദേഹത്തിലേക്ക് പോയിക്കോട്ടെ, അനിൽകുമാറിലേക്ക് പോയിക്കോട്ടെ. ധൈര്യമായിട്ട് പോക്കോ ശ്രീ അനിൽകുമാർ. പക്ഷേ ഞാൻ അദ്ദേഹത്തിലേക്ക് ഒരു ചോദ്യമായിട്ടല്ല ഞാനിത് ചോദിക്കുന്നത്. 3000 ആയാലും 2000 ആയാലും യഥാർത്ഥത്തിൽ വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് ഈ രാജ്യഭരണത്തിൻ്റെ അത്തരം ഒരു ഭീതിതമായ അവസ്ഥയെ മനസ്സിലാക്കുന്ന മലയാളികൾ എന്ന നിലയിൽ നമ്മൾ പറയേണ്ട, അതിനനുസരിച്ച് ശക്തമായി നിൽക്കേണ്ട ഒരു കാലമല്ലേ എന്നുള്ളതാണ്. അവരുടെ വോട്ടിന്റെ പോയിന്റ് എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു പോയിന്റ്. ഇതിനെ നിങ്ങൾക്ക് പറയാമായിരുന്നു കുറെ കൂടി ആത്മവിശ്വാസത്തോടെ, കുറെ കൂടി എന്താ പറയാ ജനത്തിന് ബോധ്യപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ആ പിന്തുണ നിരുപാധികം സ്വീകരിച്ച PDPക്കും
അതുപോലെ തന്നെ നിങ്ങളുടെ മേൽ അത് എത്രത്തോളം ശക്തിയുള്ളതെന്ന് എനിക്കറിയില്ല. ഹിന്ദു മഹാസഭ എന്ന് പറയുന്നവർ വന്ന് കൂടെ ചേർന്നു എന്നൊക്കെ പറയുന്നു. ഈ PDP എന്ന് പറയുന്ന കക്ഷിയും അത്ര ഈ പറഞ്ഞ മുതുകത്ത് വരെയൊന്നും ഇല്ലാത്തവരല്ല. അത് നിങ്ങൾ പൂർണ്ണ മനസ്സോടെ അങ്ങ് ആശ്ലേഷിച്ച് കെട്ടിപ്പിടിച്ച് ആ പിന്തുണ നിരുപാധികം സ്വീകരിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറയാനുള്ള നിങ്ങളുടെ അവകാശം, ധാർമ്മിക അവകാശം ഒരു 25% ആയിട്ട് കുറഞ്ഞു പോയി എന്നുള്ളത് കൂടി നിങ്ങൾ ഒരു ആത്മപരിശോധനയോട് സ്വയം മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഏതായാലും അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളുടെ ഒരു തോത് ശ്രീ അനിൽകുമാറിന് നേരിട്ട് മനസ്സിലായിട്ടുണ്ട്. അതിലേതെങ്കിലും ഒക്കെ പ്രത്യേകം എടുത്ത് ഇനി താങ്കളിലേക്ക് ഒരു ചോദ്യമായി വെക്കേണ്ട കാര്യമില്ല. അതിൽ അദ്ദേഹം ഉന്നയിച്ച വിമർശനങ്ങളിൽ താങ്കളുടെ ഭാഗത്തു നിന്നുള്ള മറുപടി എന്താണ്? അതിനുശേഷം ഞാൻ പ്രേംകുമാറിലേക്ക് വരാം. അല്ല, എന്തുകൊണ്ടാണ് CPIM ഈ മുസ്ലിം ലീഗുമായി സഖ്യം ചേരാത്തത്? ഞങ്ങൾക്ക് ഒരു ഭരണം കേരളത്തിൽ കിട്ടണമെങ്കിൽ അനായാസമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ചേർത്തൊരു ഭരണം കിട്ടൂലേ? CPIMനകത്തൊരു വലിയ തർക്കം നടന്നു. ആ തർക്കം നടന്നത് 1985-86 കാലത്താണ്. ആ തർക്കത്തിൻ്റെ കാതലായ പ്രശ്നം കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ന്യൂനപക്ഷ വർഗീയതയുമായി സഖ്യം ചേരാൻ പറ്റുമോ എന്നുള്ള ചോദ്യമായിരുന്നു. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നത്തെ BJP എന്ന് പറയുന്നത് അന്നത്തെ BJP എന്ന് പറയുന്നത് ഇന്നത്തെ നിലവാരത്തിലൊന്നും വന്നിട്ടില്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ 1986 വിജയവാഡ സമ്മേളനത്തിൽ ഒരു തീരുമാനമെടുത്തു. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇവിടുത്തെ ഭൂരിപക്ഷ വർഗീയതയെ മതാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന, രാഷ്ട്രീയ അടിസ്ഥാനം സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഹിന്ദുത്വയെ തടയണമെന്നുണ്ടെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയെ കൂടി ചെറുക്കാതെ മുന്നോട്ട് പോകാനാവില്ല എന്ന് 1986 CPMൻ്റെ വിജയവാഡ പാർട്ടി സമ്മേളനത്തിൻ്റെ പ്രമേയത്തിൽ തീരുമാനമായി. 2000 CPMൻ്റെ പരിപാടി പുതുക്കിയപ്പോൾ ആ പുതുക്കിയ പരിപാടിയിൽ RSS ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന എഴുതി വെക്കുക മാത്രമല്ല, RSS ശക്തിപ്പെടാൻ ശ്രമിക്കുന്നത് ന്യൂനപക്ഷ വർഗീയതയെ ഉപയോഗിച്ചാണ്. ഇത് രണ്ടും പരസ്പരം ശക്തിപ്പെടുകയാണ് ഉണ്ടാവുക എന്ന് ഞങ്ങൾ കണ്ടു. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു? ഒരു അധികാര സ്ഥാനത്തിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായി പങ്കാളിത്തമുണ്ടാവില്ല, ഒരു വർഗീയ ശക്തിയുമായും അധികാരം ഞങ്ങൾ പങ്കിടില്ല, മുന്നണി ഉണ്ടാക്കില്ല. PDP ഞങ്ങളുടെ രാഷ്ട്രീയ മുന്നണിയിലില്ല. INL എന്ന് പറയുന്നത് കുറേ കാലം മുന്നണിയിലേ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അവരവരുടെ മതനിരപേക്ഷ നിലപാട് വ്യക്തമാക്കി ദേശീയ മുസ്ലിമിൻ്റെ ഭാഗമായൊരു ധാരയായി വികസിച്ച് വന്നപ്പോൾ അവരെ ഉൾച്ചേർക്കാനും ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ INLൻ്റെ കാര്യത്തിൽ പരാതി പൊടിവാർ സാറിനില്ലാത്തതിന് കാരണം INL എന്ന് പറയുന്നത് ആ നിലയ്ക്ക് മതനിരപേക്ഷ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി അങ്ങേക്കും ബോധ്യമുണ്ടായി കാണും. ഞങ്ങളുടെ രീതി അങ്ങനെയാണ്. അവിടെയാണ് എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടല്ല പ്രശ്നം. എവിടെയാണ് ഈ മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നത്? വയനാട്ടിലാണ്. വയനാട് ഉൾപ്പെടുന്ന നിലമ്പൂരിലാണ്. അത് ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് നരേന്ദ്രമോദിയാണ്. എന്താണ് കാരണം? ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലം, അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മണ്ഡലം, അത്തരമൊരു മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന് അവരുടെ പച്ചക്കൊടി പൊക്കാൻ കഴിയാതിരുന്നത്? അതിന് കാരണം പച്ചക്കൊടി പൊക്കിയാൽ ഇന്ത്യയിലെമ്പാടും BJP ദുരുപയോഗിക്കും എന്നുള്ളത് കൊണ്ട് മുസ്ലിം ലീഗുകാരോട് പറഞ്ഞു, നിങ്ങൾ പച്ചക്കൊടി പൊക്കരുത്. ലീഗുകാർ വളരെ വേദനയോടുകൂടി തങ്ങളുടെ കൊടി പൂഴ്ത്തി വെച്ച് പ്രിയങ്ക ഗാന്ധിക്കും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കും വേണ്ടി പ്രചരണം നടത്തേണ്ടി വന്ന ഗതികേടിലായി മുസ്ലിം ലീഗ്. ഇപ്പം ലീഗിൻ്റെ ഗതികേട് എന്താണ്? പച്ചക്കൊടി അവർ താഴ്ത്തേണ്ടി വന്നു എന്ന് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ കൊടി അവരുടെ മേലെ പൊങ്ങി നിൽക്കുകയാണ്. ഏത് കൊടി? ഇപ്പോൾ MK മുനീർ പറഞ്ഞ, അല്ലെങ്കിൽ ആര്യാടൻ മുഹമ്മദ് വിശേഷിപ്പിച്ച, ഈ ആര്യാടൻ ഷൗക്കത്ത് തന്നെ എതിർത്തിട്ടുള്ള, നിരവധി മുസ്ലിം സംഘടനകൾ എതിർത്തിട്ടുള്ള മതരാഷ്ട്രീയത്തിൻ്റെ കൊടി അത് ഉയർത്തുക എന്ന് മാത്രമല്ല, ആ കൊടി വിശുദ്ധമാണ്, ആ കൊടി പരിപാവനമാണ്, അവർ മതരാഷ്ട്രീയം ഉപേക്ഷിച്ചു എന്നൊരു സർട്ടിഫിക്കറ്റ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കൊടുക്കുന്ന എന്തിനു വേണ്ടി? അങ്ങനെ കൊടുത്തു വിജയിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലം ഉൾപ്പെടുന്ന നിലമ്പൂരിലാകുന്നത് ഇന്ത്യ രാജ്യത്ത് BJPയുടെ രാഷ്ട്രീയത്തെ, മതരാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുന്നത് കൊണ്ടാണ്. ഞങ്ങൾ നിലമ്പൂരിലെ ഒരു സീറ്റോ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടിൻ്റെ എണ്ണമോ എടുത്തിട്ടല്ല. നിങ്ങൾ വിഷം എത്ര തുള്ളിയുണ്ട്? പായസത്തിനകത്ത് വിഷം ഒഴിച്ചു, അപ്പോൾ ഒരു തുള്ളിയേ ഉള്ളൂ, അല്ലെ 2 തുള്ളിയേ ഉള്ളൂ എന്ന് കണക്കാക്കിയാൽ വിഷമല്ലാതായിരിക്കുമോ? അത് കുടിക്കാൻ പറ്റുമോ? അതുകൊണ്ട് 3000 വോട്ടേ അവിടെ ഉള്ളൂ, വിഷം 3000 ഉള്ളൂ. 3000 വിഷമല്ല ഇട്ടിട്ടുള്ളൂ, ബാക്കി കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ UDFന് കിട്ടിയ 77,000-ൽ 3000 വിഷമേ ഞങ്ങൾ ഇട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ പാപപങ്കിലമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. അത് BJPയുടെ മതരാഷ്ട്രീയത്തിൻ്റെ മറ്റൊരാവർത്തനമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഈ 2 മതരാഷ്ട്രീയം മാത്രമല്ല, മറ്റൊരു കൂട്ടരുണ്ട്, കാസ മോശക്കാരവർ, RSSകാർ
ഈ ക്രൈസ്തവ മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിരിക്കുന്ന അവരുടേതായ ഒരു സംവിധാനമാണ് കാസ. അവരുടെ വിവിധങ്ങളായ പ്രചാരണങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ത്യ രാജ്യത്ത് കേരളത്തിനകത്ത് ഈ ജമായത്തെ ഇസ്ലാമിയെയും അതുപോലെ തന്നെ RSSനെയും കാസയെയും ഒരുമിച്ച് പേരെടുത്ത് വിമർശിക്കാൻ പ്രതിപക്ഷ നേതാവിന് തൻ്റെ ഇടമുണ്ടോ? ഞങ്ങളുടെ ചോദ്യം അതാണ്. SDP-ക്കാർ പാലക്കാട് അവിടുത്തെ UDF സ്ഥാനാർത്ഥിക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ ചിത്രം തെരഞ്ഞെടുപ്പിന് ശേഷം പുറത്തു വന്നു. തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ ആദ്യം ജാഥ നടത്തിയ SDP ആണ്. പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം എന്താണ്? SDP കൊള്ളാമെന്നാണോ കൊള്ളുകയല്ലെന്നാണോ? കൈവിട്ട് പാർട്ടി കൊള്ളാമെന്നാണോ കൊള്ളുകയല്ലെന്നാണോ? അവർ പറയണ 10,000 വോട്ടം കൊണ്ട് പോയെന്നാ. 10,000 ഒന്നും വേണ്ട. നിങ്ങൾ SDP-യെ മടിയിലിരുത്തിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ മടിയിലിരുത്തിക്കൊണ്ട് എന്ത് BJP വിരുദ്ധ യുദ്ധമാണ് കോൺഗ്രസ് നടത്തുന്നത്? നിങ്ങൾക്ക് മാർക്സിസ്റ്റ് പാർട്ടിയാണോ തോൽപ്പിക്കേണ്ടത്? BJP ആണോ തോൽപ്പിക്കേണ്ടത്? അതുകൊണ്ട് നമ്മുടെ കേരള രാഷ്ട്രീയത്തിലേക്ക് പതുക്കെ പതുക്കെ അരിച്ചെത്തുന്ന ഹിന്ദുത്വ എങ്ങനെയാണ് നമ്മുടെ നാടിനെ തകർക്കുന്നത്? കണ്ടില്ലേ എന്താണ് തൃശ്ശൂരിൽ സംഭവിച്ചത്? ഏത് വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ എല്ലാം വോട്ട് കോട്ടക്കണക്കിന് വാങ്ങിയിട്ടല്ലേ സിനിമാ നടൻ അവിടെ ജയിച്ചത്? അത് BJP-യുടെ വിജയമൊന്നുമല്ല. പക്ഷെ താമര അടയാളത്തിലാണ് ജയിച്ചുകൊണ്ട് പോയത്. നേമത്ത് പൂട്ടിച്ചപ്പോൾ തൃശ്ശൂരിൽ അവർ പൊങ്ങി. ആരുടെ വോട്ടാ കുറഞ്ഞത്? CPM-ന്റെ വോട്ടാണോ കോൺഗ്രസിന്റെ വോട്ടാണോ? കോൺഗ്രസിന്റെ വോട്ട് 87,000 എണ്ണം അങ്ങോട്ട് കുറഞ്ഞു. ബന്ധമെന്ന് പറയുന്ന പ്രശ്നമാണ്. അനിൽകുമാർ, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അപകടകരമായ രാഷ്ട്രീയത്തെ ആവർത്തിച്ച് വളരെ ശക്തമായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത് വേണ്ടത് തന്നെയാണ്, യാതൊരു തർക്കവുമില്ല. പക്ഷേ അത് പറയുമ്പോൾ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ PDP-യെ കോട്ട് ചെയ്യാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF-ന് അവസരം വന്നു, പ്രതിപക്ഷ നേതാവിന് അവസരം വന്നു. ഇപ്പോൾ ശ്രീ പൊടിപ്പാറയും അതുതന്നെയാണ്, നിങ്ങൾ PDP-യുടെ പിന്തുണ സ്വീകരിച്ചില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നതിൽ എന്ത് യുക്തിയാണുള്ളത് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ആത്മപരിശോധന LDF നടത്തണം എന്ന വാദമാണ് അദ്ദേഹത്തിന്. അല്ല, അതിന് ഞങ്ങൾക്ക് കൃത്യതയോട് പറയാൻ 1987-ലെ നയനാർ സർക്കാരിൻ്റെ കാലത്താണ് ഈ PDP-യുടെ വിഷയം ഉയർന്നു വരുന്നത്. മദനിക്കെതിരായിട്ട് കേസ് വന്നു. കോയമ്പത്തൂരായിരിക്കും കേസ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ബാംഗ്ലൂർ. കേസ് വന്ന ഘട്ടത്തിൽ കേരളത്തിൽ പോലീസ് വന്നു, ഇവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. എന്തായിരുന്നു 91-ലെ BJP-യുടെ UDF-ന്റെ പ്രചരണം? അബ്ദുൽ നാസർ മദനിയെ കേരള പോലീസ് അറസ്റ്റ് ചെയ്ത് തമിഴ്നാടിനോ കർണാടകത്തിനോ കൈമാറി. അതിനെതിരായി നയനാർ സർക്കാരിനെ അധികാരത്തിൽ നിറക്കി LDF-ന് ഭരണത്തുടർച്ച നിഷേധിക്കാൻ വേണ്ടി കള്ളക്കളി കളിച്ചവരല്ല UDF. അതിനുശേഷം ആ കേസുകളിൽ മദനിയെ വെറുതെ വിട്ടു കോയമ്പത്തൂരിൽ. ആ കേസുകളിൽ നിന്നും വസ്തുതാപരമല്ല എന്ന കാര്യങ്ങൾ പുറത്തു വരുന്നു. മാത്രമല്ല, എനിക്കങ്ങനെ പോകുന്നതിൽ പെശക് പറ്റിയത് കൊണ്ട് ആ രാഷ്ട്രീയം ബോംബ് രാഷ്ട്രീയം ഉപേക്ഷിച്ചു എന്ന് അദ്ദേഹം പ്രസ്താവിക്കുന്നു. പീഡിപ്പിക്കപ്പെട്ട മദനിയുടെ രാഷ്ട്രീയത്തോട് പോയിന്റ് ഞാനൊന്ന് ചോദിച്ചോട്ടെ. സിംഗിൾ പോയിന്റ് ചോദിച്ചോ. താങ്കൾ പറഞ്ഞ പോലെ മദനിക്കെതിരെ വന്ന ആരോപണങ്ങൾ, കോയമ്പത്തൂർ സ്ഫോടനം അടക്കമുള്ള വിഷയങ്ങളിൽ അദ്ദേഹം കുറ്റവിമുക്തനാകുന്നു, ഇതൊക്കെ ശരി തന്നെ. അതിനകത്തെല്ലാം താങ്കൾക്ക് നിയമപരമായിട്ട് വേണമെങ്കിൽ സാങ്കേതികമായിട്ട് ഇതൊക്കെ ഒരു വാദമുഖമായിട്ട് വെക്കാം. ശരിയാണ്, ഞാൻ അതിനെ എതിർക്കുന്നുമില്ല. പക്ഷെ മദനിയുടെ ഡസനിലധികം പ്രസംഗങ്ങൾ കേൾക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. മണിക്കൂറുകൾ നീണ്ട അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം അന്ന് പുറത്തേക്ക് വമിച്ച, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ പുറന്തള്ളപ്പെട്ട ആ വർഗീയതയുടെ ആഴവും പരപ്പും അതിന്റെ തീവ്രതയും, അങ്ങനെ ഒരു ഡസനോളം മതേതരവാദിയും ജനാധിപത്യവാദിയും എന്നൊന്നും പറയില്ലേ അനിൽകുമാർ. അതെ, അവിടെയാണ് പറയുന്നത്. അപ്രകാരം പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരാൾ അത് നിർത്തി, ഞങ്ങൾ ആ രാഷ്ട്രീയധാര ഉപേക്ഷിച്ചു എന്നവർ പറഞ്ഞാൽ, അങ്ങനെ ഉപേക്ഷിക്കുന്നവരോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് ജനാധിപത്യപരമായി യോജിക്കലല്ലേ? അതിൻ്റെ ഭാഗമായി ഉപാധികളില്ലാതെ അവർ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് വേണം? തല്ലു കൊടുക്കണോ? അടി കൊടുക്കണോ? ഞങ്ങൾ അവർക്കിട്ട് തല്ലാൻ പോണോ? ഞങ്ങൾ ഒരു തരത്തിലും അവരെ വിശുദ്ധപ്പെടുത്തിയിട്ടില്ല. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് മതരാഷ്ട്രീയം ഉപേക്ഷിച്ചു ജമാഅത്തെ ഇസ്ലാമി എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നതിന് സമാനമായി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങളുടെ ഭാഗത്തുണ്ടോ? PDP-ക്കൊപ്പം നിന്നത് ആദ്യം UDF ആണ്. ഇപ്പം PDP UDF-ന്റെ കൂടെ നിൽക്കുന്നില്ല. ഞങ്ങൾക്ക് അധികാരത്തുടർച്ച നിഷേധിക്കാൻ PDP ഉപയോഗിച്ചതാണ് ഇത് കോൺഗ്രസ്. ആ അധികാരത്തുടർച്ച ഇല്ലാതെയാക്കാൻ PDP ഉപയോഗിച്ച കോൺഗ്രസ് പാർട്ടിക്കൊപ്പം PDP നിൽക്കുന്നില്ല.
നിൽക്കാത്തതിന് യു കാരണം ഡി എഫും പിന്നീടുണ്ടായ പറയുന്നത് നിങ്ങൾ സംഭവങ്ങളാണ്. പണ്ട് ബാബറി ജമാഅത്തെ മസ്ജിദ് ഇസ്ലാമി പൊളിയുന്ന അടക്കമുള്ള ഉപയോഗിച്ചതാണ്, കാര്യങ്ങൾ. ഞങ്ങൾ ഉപയോഗിക്കുന്നു. ഇപ്പൊ അല്ല, അദ്ദേഹം അത് തന്നെ പറയുന്നു ഞങ്ങൾ പണ്ട് PDP ഞങ്ങൾ സ്വീകരിച്ചില്ല. അവിടെയാണ് പറയുന്നത്. ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ചേർക്കുന്നു. രണ്ടും ഏറെക്കുറെ അല്ലല്ല, സെയിം ആണ്. അവിടെ നിങ്ങൾ കാണേണ്ട കാര്യം എന്താണ്? അല്ലല്ല, അത് ജമാഅത്തെ ഇസ്ലാമി പറയുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി പറയുന്നുണ്ട്. അവർ പറയുന്നൊരു കാര്യം 96-ലെ തെരഞ്ഞെടുപ്പിലാണ്. 96-ലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഗതികേടാണ്. കോൺഗ്രസിന്റെ അവസ്ഥ എന്താ? ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷമുള്ള കാലം കൂട്ടുനിന്ന് ആ തെറ്റെങ്കിലും ഇനി മേലാൽ ആ തെറ്റെങ്കിലും ഇനി മേലാൽ ചെയ്യില്ല എന്ന് പറയാൻ പോലും കോൺഗ്രസ്സുകാർ തയ്യാറല്ല. ശരി ശരി, വേറെ ഗതിയില്ല, പോക്കടമില്ല. അതുകൊണ്ട് എന്ത് വേണം? ഒരു ഭാഗത്ത് BJP, വേറൊരു ഭാഗത്ത് കോൺഗ്രസ്. വേറെ എന്ത് വേണം? അല്ലാത്തവർക്ക് വോട്ട് ചെയ്യും. അല്ലാത്തവർക്ക് അവർ വോട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ ഞങ്ങളെന്ത് പറയണം? ഞങ്ങൾ ഏതെങ്കിലും കാലത്ത് മുന്നണിയിൽപ്പെടുത്തിയോ? ശരി. ഇപ്പൊ സതീശൻ പറയട്ടെ, വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നവരെ ഈ അസോസിയേറ്റഡ് അംഗത്വമാക്കാം എന്ന് പറയുന്ന ധാരണ ഇല്ല എന്ന് പറയട്ടെ. അതൊക്കെ സ്റ്റേറ്റ്മെന്റ് തിരുത്തട്ടെ. അവർക്ക് മതരാഷ്ട്രീയവാദം ഉണ്ടെന്ന് പറയട്ടെ. വെല്ലുവിളിക്കുന്നു. നമുക്ക് സംവദിക്കാം. സതീശനെ വെല്ലുവിളിക്കുന്നു. ശരി. ശ്രീ പ്രേംകുമാർ, നേരത്തെ പൊടിപ്പാറ സംസാരിച്ചപ്പോൾ ഞാൻ ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം നേരിട്ട് ആ വിഷയത്തിൽ വന്നിട്ടില്ല. എന്നാൽ അതേ കാലയളവിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻ അമീറിൻ്റെ പ്രസംഗം ആ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മളൊക്കെ കേട്ടതും കണ്ടതുമാണ്. ഈ കാലത്ത് ജനാധിപത്യം മതേതരത്വം എന്നൊക്കെ പറയുന്നത് നിന്ന് പഴയ്ക്കാൻ വേണ്ടി പറയുന്ന വാക്കുകൾ മാത്രമാണ്, നിലപാടുകൾ മാത്രമാണ്, അല്ലെങ്കിൽ അഭ്യാസം മാത്രമാണ്. നമ്മൾ തന്നെയാണ് എന്ന് ആ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് മുൻ അമീർ പറയുന്നതും ഇതേ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടാണ്. അതുപോലെ തന്നെ ജഫ്രി മുത്തുക്കോയ തങ്ങൾ, CPIM-നെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും വിടാം, ജഫ്രി മുത്തുക്കോയ തങ്ങൾ എന്താണ് പറഞ്ഞത്? അദ്ദേഹം വളരെ ശക്തമായി പറഞ്ഞു. ഇതൊക്കെ പറയാൻ സതീശൻ ആരാണ്? അവർ ജമാഅത്തെ ഇസ്ലാമി ആ പഴയ ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് എന്ന് പറഞ്ഞതും മുത്തുക്കോയ സാന്ദർഭികമായി സൂചിപ്പിച്ച താരതമ്യങ്ങളാണ്. അങ്ങനെ ഒരു പ്രശ്നം നിൽക്കുമ്പോൾ മറുഭാഗത്ത് അദ്ദേഹം PDP-യെ ടേക്കപ്പ് ചെയ്തു ഈ കോണ്ടെക്സ്റ്റിലേക്ക്. വർഗീയവാദം നിലപാടായി സ്വീകരിച്ചവർ ആ വർഗീയവാദം ഉപേക്ഷിച്ച് മതനിരപേക്ഷ ചേരിയിലേക്ക് വരാനൊരു താല്പര്യം പ്രകടിപ്പിച്ചാൽ അവരെ വർഗീയവാദികളായി തന്നെ അവിടെ തന്നെ നിർത്തേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം ഇതിനിടയിൽ സാന്ദർഭികം വന്നു. താങ്കൾ അതിൽ എന്തു പറയും എന്നുള്ളത് അറിയാൻ താല്പര്യമുണ്ട്. കാരണം ഇപ്പോൾ 2000-ന് ശേഷം 2001-ലെ തെരഞ്ഞെടുപ്പിൽ AK ആന്റണി മുഖ്യമന്ത്രിയാകുന്ന ആ കാലയളവിൽ, അന്ന് പ്രചാരണ കാലത്ത്, അന്ന് തീവ്രവാദ രാഷ്ട്രീയം അബ്ദുൽ നാസർ മദനി കൈകാര്യം ചെയ്യുന്ന കാലമാണ്. അന്ന് പ്രചാരണം അവസാനിക്കുന്ന ദിവസം AK ആന്റണിയിലേക്ക് പോയൊരു ചോദ്യമുണ്ട്, ഈ തെരഞ്ഞെടുപ്പിൽ മദനിയുടെ വോട്ട് വാങ്ങുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ താഴെ ഇറക്കാൻ ഏത് ചെകുത്താൻ്റെയും വോട്ട് വാങ്ങും എന്ന് AK ആന്റണി, സാക്ഷാൽ AK ആന്റണി എന്ന് പറഞ്ഞ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ പിന്നീട് വന്ന മദനി ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ വർഗീയവാദം ഉപേക്ഷിച്ചാൽ, ഇപ്പോൾ അങ്ങനെയൊക്കെ സന്ദീപ് വാര്യർ വർഗീയവാദം കൈകാര്യം ചെയ്താൽ വർഗീയവാദിയാണ്. വർഗീയവാദ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി സന്ദീപ് വാര്യരല്ലേ പിന്നീട് കോൺഗ്രസിലേക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ വർഗീയവാദം ഉപേക്ഷിക്കുന്നത് ഒരു നല്ല കാര്യമായി കണ്ട് അവരെ മതനിരപേക്ഷ ചേരിയിൽ നിർത്തേണ്ടതുണ്ടോ? അപ്പോൾ ഈ ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത VD സതീശൻ, അദ്ദേഹത്തിന് ആ ക്ലീൻ സർട്ടിഫിക്കറ്റ് ഇന്നൊരു ബാധ്യതയായി നിൽക്കുകയാണോ? അതായത് സാധാരണ കൈരളിയിലെ ചർച്ചയ്ക്ക് വരുമ്പോഴുള്ള വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ, അപ്പുറത്തെ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് വരുന്ന ആള് പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കാൻ പോലും പറ്റില്ല, മനസ്സിലാവില്ല എന്താ പറയുന്നത്. പൊടിപ്പാറ ജോർജ് ജോസഫ് പൊടിപ്പാറ ആയതുകൊണ്ട് അദ്ദേഹം വളരെ ക്ലിയറായിട്ട് കാര്യങ്ങൾ പറയുന്നു, പ്രതിപക്ഷ ബഹുമാനത്തോട് പറയുന്നു. പക്ഷെ പൊടിപ്പാറയുടെ ഡയലോഗിൽ വളരെ കൃത്യമായിട്ട് ഈ ഒരു ഇഷ്യൂവിനെ ഒരു കയ്യിൽ BJP-യുടെ സപ്പോർട്ടും ഇപ്പുറത്ത് ജമാഅത്തിന്റെ സപ്പോർട്ടും വാങ്ങി വിജയിച്ചു എന്നുള്ള കാര്യത്തെ എങ്ങനെയാണ് ഇവർ അതിസമർത്ഥമായി ഡീൽ ചെയ്യുന്നത് വളരെ ക്ലിയർ ആണ്. എനിക്ക് ഇദ്ദേഹത്തിന്റെ ഡയലോഗ് കേൾക്കുമ്പോൾ പ്രമോദ് രാമന്റെ കഴിഞ്ഞ ദിവസം മറുപടി തന്നെ ഓർമ്മ വരുന്നത് സെയിം ആണ്. അത് ആദ്യം പറയുന്ന വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കൊണ്ട് മാത്രമാണ് ഷൗക്കത്ത് വിജയിച്ചതെന്ന് CPM പറയുന്ന. അങ്ങനെ പറയുന്നില്ലെന്നേ. ജമാഅത്തെ ഇസ്ലാമിക്കും അതിൽ പങ്കുണ്ട്, BJP-യുടെ വോട്ട് കൊടുത്തു BJP-കാരൻ പറഞ്ഞു എന്നാ പറയുന്നത്. രണ്ടാമത് സാധാരണ ആൾക്കാർക്ക് ഒരു കോമൺ സെൻസ് ലോജിക്കാണ്, ഉണ്ടെങ്കിൽ തന്നെ എത്ര വോട്ട് ഉണ്ട്, കുറച്ച് വോട്ടല്ലേ ഉള്ളൂ. ഈ കുറച്ച് വോട്ടല്ലേ ഉള്ളൂ എന്ന് പറയുന്നതിന് സിമിലർ ആയ ഒരു ഡയലോഗ് കോൺഗ്രസിന് ഇപ്പോഴത്തെ നേതാവിന് മുന്നേ പറഞ്ഞ മഹാത്മാഗാന്ധിനെ ചെറുതായി ഒന്ന് വെടിവെച്ച് വന്നിട്ടല്ലേ ഉള്ളൂ എന്നുള്ളത്. ധീരജിന്റെ ഒക്കെ നെഞ്ചിലേക്ക് ഒരു ചെറിയ പേനാ കത്തിയോട് കുത്തിയിട്ടല്ലേ ഉള്ളൂ എന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പ്രമോദ് രാമന് മറുപടി പറയുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന്, ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങനെ മതബോധമൊന്നും ഇല്ല കേട്ടോ, ഇല്ല എന്ന് കഴിഞ്ഞ മാസം റിപ്പോർട്ട് TVയിലെ ഇന്റർവ്യൂവിൽ 23-ാമത്തെ മിനിറ്റ് പറഞ്ഞിട്ടുണ്ട്. രണ്ടാം അദ്ദേഹം പറയാണ്, ഞാൻ ജോലി ചെയ്യുന്ന മാധ്യമം എന്നുള്ള മീഡിയ വൺ എന്നുള്ള ചാനലും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ ബന്ധമൊന്നുമില്ല, ആകെയുള്ള ബന്ധം എന്താണ്, ഞങ്ങളുടെ ഡയറക്ടർ ബോർഡിലെ ചെയർമാൻ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറാണ്, അത്രയേ ഉള്ളൂ എന്ന്. ഇത് വളരെ വളരെ അപകടകരമായ ഒരു ലോജിക്കാണ്, ആ അർത്ഥത്തിൽ VD സതീശൻ പറഞ്ഞതാണ് കുറച്ചുകൂടെ ഒബിയസ്, ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുക. പിന്നെ അതായത് 77-ലെ 65-ലെ 56-ലെ 83-ലെ കണക്കുകൾ പറയുകയാണ് അന്ന് ആ പഞ്ചായത്തിൽ അവിടെ എവിടെ എന്നൊക്കെ ഉള്ളത്. ഈ ലോജിക്ക് അപ്ലൈ ചെയ്യുന്നതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ
സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളതാണെന്നേ. ജാനകി എന്നുള്ള പേര് സിനിമയ്ക്ക് അനുവദിക്കില്ല എന്ന് പറയുന്ന 2025 കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ബോഡി ആയിട്ടുള്ള CWCയിലെ മെമ്പറായിട്ട് ശശി തരൂർ BJPയിൽ പോയിട്ടില്ല എന്ന് ഓരോ മണിക്കൂറിലും അപ്ഡേറ്റ് വരുന്ന കാലമാണിത്. ഇന്ന് VD സതീശനോട് ചോദിച്ചപ്പോൾ VD സതീശൻ പറഞ്ഞത് CWC മെമ്പറെ പറ്റി ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നാണ്. നരേന്ദ്രമോദി ലോകം ആരാധിക്കുന്ന നേതാവാണെന്ന് കോൺഗ്രസിന്റെ CWC മെമ്പറായ ശശി തരൂര പറയുന്നത്. ആ ഏത് നേതാവും BJPയിലേക്ക് പോവാമെന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കാലത്താണ് എന്തിനകത്തേക്കും സംഘപരിവാർ ഇറങ്ങി വരാമെന്നുള്ളൊരു അവസ്ഥയിലാണ് നിങ്ങൾ ഈ കാര്യം പറയുന്നത്. അതിന് ഒരു കാരണവശാലും 10-20 കൊല്ലം മുമ്പ് കോൺഗ്രസോ CPMോ BJPയോ ഏതെങ്കിലും വർഗീയ ശക്തികളുമായിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സന്ധി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ ഉദാഹരിച്ചുകൊണ്ട് ബാലൻസ് ചെയ്യുന്നത് പൊളിറ്റിക്കൽ സത്യസന്ധതയല്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അത്തരത്തിലുള്ള അഫയറിന് പറ്റിയ കാലത്തേ അല്ല നമ്മൾ ജീവിക്കുന്നത്. അത് തിരിച്ചറിയാനുണ്ട്. അടുത്ത തവണ വലിയൊരു ഭൂരിപക്ഷത്തിൽ NDA അധികാരത്തിൽ വന്നാൽ ഈ കോൺഗ്രസും CPMും ഞാനും പൊടിപ്പാറയും ചാനൽ ചർച്ചയിൽ ഇരുന്ന് സംസാരിക്കുമോ എന്ന് പോലും ഉറപ്പില്ല. അത്തരം ഭീകര ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകൾക്ക് ഇന്ത്യയിൽ ജീവിതം ബുദ്ധിമുട്ടാവുമെന്ന് പറയുന്ന കാലമാണ്. കമ്മ്യൂണിസ്റ്റുകാരെ വിടുക, ഇസ്ലാമിസ്റ്റുകളെ വിടുക, ഇംഗ്ലീഷ് പറയുന്ന ആളുകൾ വെസ്റ്റേണേഴ്സ് എന്നല്ല, അത്തരത്തിലുള്ള ഒരു കാലത്താണ് ഈ പറയുന്നത്. പിന്നെ PV അൻവറിനെ കൂട്ടാതെ UDF മുന്നോട്ട് പോയത് നല്ല കാര്യമാണെന്ന് നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ആദർശ രാഷ്ട്രീയത്തിന്റെ പേരിലായിരുന്നില്ല എന്നും ഇവരുടെ ഉള്ളിലുള്ള ലീഡേഴ്സിന്റെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണെന്നായിരുന്നു നമുക്ക് മനസ്സിലായത്. വേണ്ടെന്ന് VD സതീശൻ പറഞ്ഞാൽ വേണമെന്നോ വേണ്ടണമെന്നോ KC വേണുഗോപാൽ പറയുന്നതും പ്രവർത്തിക്കുന്നതും കണ്ടപ്പോഴാണ്. ഇപ്പൊ ഇന്നലെ മുതൽ വരുന്ന വാർത്ത എന്താണ്? അടച്ച വാതിൽ തുറക്കാമെന്നാണ് KPCC പ്രസിഡന്റ് പറയുന്നത്. അതിന് പറഞ്ഞ ന്യായം എന്താ? ഇത്രയും വോട്ടുള്ള ഒരാൾ എങ്ങനെയാ കൂട്ടാതിരിക്കുക എന്നാണ്. ഇതാ ഞാൻ പറഞ്ഞത്. അത് കൺഫ്യൂഷൻ ആയില്ലേ? KPCC പ്രസിഡന്റ് പറഞ്ഞു തുറക്കാൻ പോകുന്നു, രമേശ് ചെന്നിത്തലയ്ക്ക് ആ താല്പര്യം, K സുധാകരൻ ആ താല്പര്യം, VD സതീശൻ തുറക്കില്ല എന്നും പറയുകയാണ്. ഏതായാലും അത് ആ കോൺട്രിബ്യൂഷൻ നന്നായി ശ്രീ പൊടിപ്പാറയുടെ ഭാഗത്തുനിന്ന് ആ ചർച്ച കണ്ടിരുന്നില്ല ഞാൻ. അല്ല, പറയുന്ന ന്യായം PV അൻവർ നല്ല ആളാണെന്നുള്ള അല്ല, അയാളെ കയ്യിൽ കുറെ വോട്ടില്ല എന്നാണ്. വർത്തമാനമാണിത്. പണക്കാട് തങ്ങൾ പറഞ്ഞിരുന്നു PV അൻവർ ആ വീട്ടിൽ വന്നപ്പോ ഞങ്ങൾ 2 ടേം ആയല്ലോ പുറത്തിരിക്കുന്ന, ആരെ കൂട്ടിയാലോ അധികാരത്തിൽ വരണല്ലോ. ഇതാണ് പ്രശ്നം. അധികാരത്തിൽ വരുന്ന ഒരു പൊളിറ്റിക്സ് കേരളത്തോട് പറഞ്ഞാൽ എങ്ങനെയാണ്? നിലമ്പൂരിൽ ജയിച്ചു നല്ല കാര്യമാണ്. CPM ആത്മപരിശോധന കൂടുതൽ എന്ന് പറയുകയും എഴുതുകയും ചെയ്യുന്ന ആളാണ്. അതിലൊന്നും തർക്കമില്ല. പൊടിപ്പാറ, നമുക്ക് സമയം അവസാനിച്ചു, സമയം കഴിഞ്ഞിരിക്കുന്നു. ഒരു സെന്റൻസ് ഞാനൊരു ഇതിനകത്ത് ഒരു കാര്യം പറഞ്ഞു മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോ ഇതിനകത്ത് പേര് പറഞ്ഞു, മീഡിയ വണ്ണിനെ കുറിച്ച് പറഞ്ഞു, ആ ഒരു വാക്കൊക്കെ ഉപയോഗിച്ചു. പക്ഷെ ഞാൻ കണ്ടൊരു കാഴ്ച എന്താന്ന് വെച്ചാൽ, ഈ മീഡിയ വണ്ണിന്റെ വൈകിട്ടത്തെ ചർച്ചകളില്, ആ 8 മണി ചർച്ചകളില് ഈ പറഞ്ഞ ജമായത്തെ ബന്ധത്തെ ചൊല്ലി കോൺഗ്രസിനെയും ലീഗിനെയും ഏറ്റവും കൂടുതൽ എന്താ പറയുക കൊടഞ്ഞത് വേണുവായിരുന്നു ആങ്കർ എന്നുള്ള നിലയ്ക്ക്. ഈവൻ കൈരളിയിൽ ഉള്ള വിമർശനത്തെക്കാൾ ശക്തമായിട്ട് അവരെ വല്ലാതെ ആക്രമിക്കുന്ന രീതിയിൽ, അവരെ ടൈറ്റ് കോർണറിൽ അവരെ വല്ലാതെ ഡയലമേലാക്കുന്ന രീതിയിൽ വേണു നിരങ്കുശമായിട്ട് ആക്രമിക്കുന്ന ഒട്ടേറെ ചർച്ചകൾ ഞാൻ കണ്ടു. അപ്പൊ ഇത് എനിക്ക് മനസ്സിലാവണില്ല. ചർച്ച വേറെ, എഡിറ്റോറിയൽ വേറെ, ഒരു മാധ്യമ നിലപാട് വേറെ, ചർച്ച വേറെ. ചർച്ചയിൽ നമുക്ക് പലതും ജമാഅത്തെ ഇസ്ലാമിയുടെ ബുദ്ധി അറിയാത്തതുകൊണ്ടാണ്. നേരത്തെ അതിന്റെ എഡിറ്ററെ കുറിച്ചാണ് സംസാരിച്ചത്. അപ്പൊ അതിൽ നടക്കുന്ന 1 മണിക്കൂർ ചർച്ചയെ ആധാരമാക്കി പൊടിപ്പാറ ഇതറിയാത്ത ആളല്ലല്ലോ. 1 മണിക്കൂർ നടക്കുന്ന ചർച്ച വെച്ച് ഒരു മാധ്യമത്തിന്റെ നിലപാടിനെ നമുക്ക് അളക്കാൻ കഴിയുമോ? അതിന്റെ എഡിറ്ററുടെ നിലപാടിനെ കുറിച്ചും. അനിൽകുമാർ വളരെ ചുരുക്കത്തിലൊന്ന് വേഗത്തിൽ അവസാനിപ്പിക്കണം. ഇവിടെ യഥാർത്ഥത്തിൽ മീഡിയ വണ്ണിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയണത്. മീഡിയ വൺ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയമാണെന്ന് എല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട പൊടിപ്പാറ സാറും അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ മീഡിയ വണ്ണിനെ പരാമർശിക്കുന്നത്. അപ്പം മീഡിയ വൺ എന്ന് പറയുന്നൊരു മാധ്യമം, ആ ചാനലും മാധ്യമം എന്ന് പറയുന്ന പത്രവും എന്തു സ്വാധീനമാണ് ആ മണ്ഡലത്തിൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്? ആ മണ്ഡലത്തെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായി ഏകീകരിക്കുക എന്ന വലതുപക്ഷ അജണ്ട താലിബാന്റെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയമാണ്. ആ താലിബാന്റെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം കേരളത്തിലേക്ക് ചെലുത്തുന്ന ഒരു വലതുപക്ഷ രാഷ്ട്രീയ അജണ്ടയാണ് ജമാഅത്തെ ഇസ്ലാമി ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തെളിവാണ് ഇടത് ഹിന്ദുത്വ എന്ന പ്രയോഗം.
ആ ഇടത് ഹിന്ദുത്വ എന്ന പ്രയോഗം താലിബാനിസത്തിൻ്റെ കേരളത്തിൻ്റെ ആവിഷ്കാരമാണ്. ഞങ്ങൾ അതിനെയാണ് ചെറുക്കുന്നത്. അതിനോടൊപ്പം UDF നിന്നാൽ, അതിനോടൊപ്പം ലീഗ് നിന്നാൽ, അതിനോടൊപ്പം കോൺഗ്രസ് നിന്നാൽ അവരെ ഉൾപ്പെടെ ചെറുക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ മേന്മ. നമുക്ക് ചർച്ചകളിൽ ചില പുളകം കണ്ടെത്താൻ കഴിയുമെങ്കിലും താലിബാൻ വിസ്മയം, ഇടത് ഹിന്ദുത്വം എന്നെഴുതുന്നതിന് പിന്നിലെ ആ രാഷ്ട്രീയ തീവ്രവാദ, മത തീവ്രവാദ, വർഗീയ മനസ്സ് അതിവേഗം മനസ്സിലാകും കേരളത്തിന്. അതിനെതിരായ പോരാട്ടത്തിൻ്റെ നാടാണ് കേരളം എന്ന കാര്യത്തിൽ സംശയമില്ല. നിലമ്പൂരിനപ്പുറം കേരളം വലിയ തോതിൽ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ്. ശക്തമായ പ്രതിരോധം ഉയരേണ്ടത് തന്നെയാണ് മതവർഗീയതയ്ക്കെതിരെ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നേരം ഈ വിഷയത്തെക്കുറിച്ച് ഈ ചർച്ച അങ്ങനെ മുന്നോട്ട് പോയത്.